കേട്ടല്ലേ അല്ലേ? കേട്ടു. ആര്? ദുര്യോധനൻ കേട്ടു. പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് വരുന്നത്. കാലുകൊണ്ട് നിലത്തൊരു ആഞ്ഞ് ചവിട്ടങ്ങോട്ട് ചവിട്ടി ഉണ്ടച്ചോറിന് നന്ദിയില്ലാത്ത പട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു കൊണ്ടുവന്നു. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് കൂടിയിട്ട് എന്നെ അല്ലേ ഒറ്റി കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു. ഇവരെ പിടിച്ച് പുറത്താക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഈ കസേരയിൽ ഇരിക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല. ഇവിടെയല്ല കേട്ടോ, അവിടെ സിംഹാസനത്തിൽ ധൃതരാഷ്ട്രം ഇരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. പിടിച്ച് പുറത്താക്കുക ഇവരെ എന്ന് പറഞ്ഞപ്പോൾ വിതുരനെന്ന് പറഞ്ഞു, പുറത്താക്കേണ്ട ആവശ്യമില്ല, ഞാൻ പുറത്ത് പോയിക്കോളാം എന്ന് പറഞ്ഞു. പിന്നെ രാജാക്കന്മാരുടെ ചില ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അമ്പും ഇല്ലെങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ തന്നെ ആ പടിക്കൽ വെച്ചിട്ട് പറഞ്ഞു, ഞാൻ സ്വമേധ എന്നെ പുറത്താക്കേണ്ട അത്ര കഷ്ടപ്പെടുന്നു വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് വിതുര മഹാശയൻ കൊട്ടാരം വിട്ടിറങ്ങുന്ന ഒരു രംഗമുണ്ട്. മഹാഭാരതത്തിനും മുമ്പ് യുദ്ധത്തിനു മുമ്പുള്ളതാണ്. അതായത് ഈ കൗരവര് ഇത്രയും കാലം പിടിച്ചു നിന്നത് എന്തുകൊണ്ടാണെന്ന് പറയും, ഈ വിതുരൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. വിതുരൻ്റെ വിതുരൻ ആരാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ വിതുരന്റെ സാന്നിധ്യമാണ് കൗരവരെ ഇത്രയും പിടിച്ചു നിർത്തിയത്. ശരിക്കും പറഞ്ഞാൽ കൗരവ പുണ്യമാണ് വിതുരൻ. ആ പുണ്യം പുറത്തേക്ക് പോയി. അതിന് പിന്നെ എന്തേ ഉള്ളൂ? കൗരവർക്ക് ആകെയുള്ള ഒരു പുണ്യതല്ലേ ഉള്ളൂ. അതുകൂടി പോയതോട് കൂടിയിട്ടാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അത് വലിയ യുദ്ധമായതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. നമ്മളൊക്കെ കേട്ടതുപോലെ പുതിയതായിട്ട് എന്തോ ഒരു സഭാമന്ദിരം ഉണ്ടാക്കി അല്ലേ, ഫസ്റ്റിന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് മനോഹരമായിട്ടുള്ള ശില്പചാതുരിയിലാണ് ഉണ്ടാക്കിയതെന്നോ ആ സഭയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി. സ്ഥലജലഭ്രാന്തി അങ്ങനെയൊക്കെ വന്നു. എന്നിട്ട് വെള്ളം ഇല്ലാത്ത സ്ഥലത്തുനിന്ന് കണ്ണാടി സ്ഫടികത്തിൻ്റെ പ്രഭാവം കൊണ്ട് വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് മുണ്ടൊക്കെ ഇങ്ങനെ പുകപ്പിടിച്ച് നടന്നു. വീണ്ടും അതുപോലത്തെ ഒരു സ്ഥലം വന്നു. ഇത് നേരത്തെ വെള്ളമല്ലേ, വെള്ളാസല്ലേ, ഇത് വീണ്ടും അങ്ങനെ നടക്കാന്ന് പറഞ്ഞ് എഴുതി നടക്കുമ്പോഴാണ് അതിലൂടെ ഒഴുകുന്ന രവിയിലേക്ക് വീഴുന്നു. അങ്ങനെ മുങ്ങി പൊങ്ങുന്ന സമയത്താണ് വീണാൽ ചിരിക്കാത്ത ബന്ധുക്കളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ബന്ധു ആവണമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, പാഞ്ചാലിയൊക്കെ ചിരിച്ചു എന്നും. അത് ശരി, ഇതിന് ഞാൻ പകരം വീട്ടുന്നുണ്ടെന്ന് അന്ന് പ്രതിജ്ഞ എടുത്തു. അങ്ങനെ മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചു. നമ്മൾ വരാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതാണ് മഹാഭാരത യുദ്ധത്തിലേക്ക് നയിച്ചത്. ഈ മഹാഭാരത യുദ്ധം ഉറപ്പാവുമ്പോൾ ഭഗവാൻ എന്താ തീരുമാനിച്ചതെന്നറിയോ? യുദ്ധം എന്തായാലും ഒഴിവാക്കണം. ഭഗവാന്റെ ആഗ്രഹം എന്താണ്? യുദ്ധം ഒഴിവാക്കണം. യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടത്. യുദ്ധം കൊണ്ട് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കാനല്ലാതെ വേറെ എന്താ നമുക്ക് നേടാൻ പറ്റുന്നതൊന്നുമില്ല. കുറേ കൂട്ടർ മരിക്കുന്നു, കുറേ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. യുദ്ധത്തിന് വേണ്ടിയിട്ടല്ല ഭഗവാൻ പരിശ്രമിച്ചത്. ഇതിങ്ങനെ മനസ്സിലായിരുന്നല്ലേ? ദൂതിൽ വന്നതാണ്. ഒരു മധ്യസ്ഥക്കാരനായിട്ട് ഭഗവാൻ വരേണ്ട അവസ്ഥയൊന്നും ഇല്ലല്ലോ ഭഗവാനെ സംബന്ധിച്ച്, ഇല്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദൂതൊക്കെ ഉണ്ട്, ഭഗവത് ദൂത്. അതിലുള്ള കഥകളൊക്കെ വിശേഷമാണ്. പലതും പറഞ്ഞു നോക്കി. സഹോദരന്മാരിലെ രാജ്യം പകുതി പകുത്തു കൊടുക്കുക, പകുതി അവരെ കഴിയട്ടെ, നടുവിലൊരു നല്ലൊരു മതിൽ കെട്ടിയാൽ മതി ശക്തമായിട്ട്, അവരവിടെ ഭരിക്കട്ടെ എന്നൊക്കെ നോക്കി. ഇല്ല, 4 ഗ്രാമങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ പ്രസിഡന്റുമാരായിട്ട് പഞ്ചായത്തൊക്കെ ഭരിക്കുന്നില്ല. അതുപോലെ അങ്ങനെയാണല്ലോ, മരണം ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിഭജിക്കുന്നത്. അങ്ങനെ വിഭജിച്ച് കൊടുത്തോളൂ, ഒരു മൂലയിൽ എവിടെയെങ്കിലും കാടോട് ചേർന്ന് അങ്ങനെ കഴിയട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ 1 ഗ്രാമം കൊടുക്കും. അവർ ആ ഗ്രാമത്തിൽ നിന്നോട്ട് അവരിങ്ങോട്ട് വരണ്ട, നമ്മളങ്ങോട്ട് വരണം. അങ്ങനെയൊക്കെ അല്ലേ നല്ല കാര്യം പലതും പറഞ്ഞു നോക്കി. ഇല്ല, എന്നാൽ 5 വീട് കെട്ടി കൊടുക്കുക. ഒരു 4 കെട്ടൊക്കെ നല്ലൊരു 5 വീട് എളുപ്പമല്ലേ, അവരവിടെ താമസിക്കട്ടെ എന്ന് പറഞ്ഞില്ല. എന്നാൽ 1 വീട് കെട്ടിക്കൊടുക്കും. അവരവരുടെ വീട്ടിൽ മാത്രം ഒതിനെ നിൽക്കട്ടെ. അതുമില്ലേ. സൂചിതൻ മുന കൊണ്ട് കൊത്തുവാനുള്ള നിലം കൊടുത്തിയിടുന്നു വിചാരിക്കുന്ന നിനച്ചിലുണ്ടായതും കടയ്ക്ക് വരുന്ന ആകിൽ കണ്ടുപോകണം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇവിടെയാണ് ദൂത് പരാജയപ്പെടുന്നത്. ഭഗവാൻ വിചാരിച്ചു ചൊല്ലിക്കൊടു അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, നുള്ളിക്കൊടു തല്ലിക്കൊടു എന്നൊക്കെ പറയുന്നില്ലേ. ഇനിയിപ്പോൾ തള്ളിക്കളിയല്ലാതെ പോലെ വഴിയില്ല, ഞാൻ വിചാരിച്ച രക്ഷയില്ല തോന്നി. പിന്നെ പറഞ്ഞ വാക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തു ഭഗവാൻ. എന്താ, പടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഏതായാലും മുന്നിൽ ഉണ്ടാവും എന്ന് ഉറപ്പിച്ചു. മഹാഭാരത യുദ്ധത്തിൻ്റെ ആ തീരുമാനമൊക്കെയായി. യുദ്ധത്തിന് തൊട്ട് മുമ്പാണ് 2 കാര്യങ്ങൾ തീരുമാനമായത്. ഒന്ന്,
ഞാൻ ആയുധം എടുക്കില്ല ഈ യുദ്ധത്തിൽ. എന്നെ കാണണമെന്നല്ലേ പറഞ്ഞല്ലോ, ഉണ്ടാവും, പക്ഷെ ആയുധം എടുക്കില്ല. പ്രതിജ്ഞ ചെയ്തു, സത്യം സത്യം സത്യം. അപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കിഷ്ടം പോലെ അക്ഷൗഹിണിയും സൈന്യങ്ങളൊക്കെ ഉണ്ട്, അത് വേണ്ടവർ ആരാന്ന് വെച്ചെടുക്കുക. ആയുധം എടുക്കാത്ത ഞാനുണ്ട്, എൻ്റെ ആയുധങ്ങളുണ്ട്. ഒരു പക്ഷത്ത് ആയുധങ്ങളാണെങ്കിൽ ഒരു പക്ഷത്ത് ഞാനുണ്ടാവും നിരായുധനായിട്ട്. എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ എന്തായാലും യുദ്ധത്തിന് വേണ്ടത് ആയുധമാണ്. ഇയാളിങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പീലിയൊക്കെ കുത്തിയിട്ട് വിടുന്നത് എന്താ കാര്യം എന്ന് കൗരവർ വിചാരിച്ചു. അങ്ങനെ ആയുധം കിട്ടി. എല്ലാം അവർക്ക് നിരായുധനായ ഭഗവാനെയാണ്, പ്രതിജ്ഞ ചെയ്ത ഭഗവാനെയാണ് പാണ്ഡവർക്ക് കിട്ടിയത്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ഇപ്പോൾ യുദ്ധത്തിന് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ യുദ്ധത്തിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ പറഞ്ഞു. ഇതിനാ കാര്യങ്ങൾ പറയും. ഇപ്പോൾ യുദ്ധം കഴിഞ്ഞുവല്ലോ. യുദ്ധം കഴിഞ്ഞു. അടിക്കടി വരുന്ന പ്രതിസന്ധികളെയൊക്കെ ഓരോന്നോരോന്നായിട്ട് തരണം ചെയ്തു. യുദ്ധം തന്നെ അതിഗംഭീരമായിരുന്നു. ആ യുദ്ധത്തിലെല്ലാം കഴിയേണ്ടതൊക്കെ കഴിഞ്ഞു. വീണ്ടും പ്രതിസന്ധി വന്നു. പാണ്ഡവർക്ക് നേരെ ഭഗവാൻ രക്ഷിച്ചു. യുദ്ധത്തിന് മുമ്പുള്ള പല ഘട്ടങ്ങളിലും ഭഗവാൻ രക്ഷിച്ചു. ഇപ്പോഴിതാ ഒരു ഘട്ടം എന്താണത്? പാണ്ഡവവംശത്തിൻ്റെ അങ്കുരമായ ഈ ഉത്തരാഗർഭത്തെ കൂടി രക്ഷിച്ച കഥ വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഭഗവാൻ വിചാരിച്ചു, ഞാൻ എത്രയോ നാളായി ദ്വാരകയിൽ നിന്ന് വന്നിട്ട് ഇനി തിരിച്ചു പോയില്ലെങ്കിൽ ദ്വാരകയിലുള്ളവർക്ക് വലിയ വിഷമം തന്നെയാണ് അല്ലേ. ദ്വാരകയിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന സമയം അതിക്രമിച്ചു. പെട്ടെന്ന് യുദ്ധം കഴിഞ്ഞ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പുറപ്പെട്ടത്. യുദ്ധമൊക്കെ വേഗം കഴിഞ്ഞു. പക്ഷെ അതിനിടയിലുള്ള പ്രതിസന്ധികളൊക്കെ ആയിട്ട് കുറേ നാളുകളായി. ഇനി ഞാൻ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചു. കുറച്ചു കാലം താമസിച്ചപ്പോൾ എല്ലാവർക്കും യാത്ര പറഞ്ഞ് ഭഗവാൻ പുറപ്പെടാൻ വേണ്ടിയിട്ടാണ് തയ്യാറായി. രഥമൊക്കെ തയ്യാറാക്കി വെച്ചു. ആരുടെ രഥമൊക്കെ ഇങ്ങനെ തയ്യാറാക്കി എല്ലാവരുടെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ആക്കിയാൽ മതിയല്ലേ. പക്ഷെ കുന്തിദേവിയോടും അങ്ങനെ പറയുന്നത് യാത്ര പറഞ്ഞ് കാണാം, അക്ഷമ്പങ്ങളാണ്. അങ്ങനെ കുന്തിദേവിയുടെ സമീപത്തേക്ക് യാത്ര പറയാനായിട്ട് ഞാൻ ഇറങ്ങട്ടെ അച്ചമ്പങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രക്കായിട്ട് പുറപ്പെട്ട സമയത്താണ് കുന്തിദേവിക്ക് അതുവരെയുള്ള ഭാവം മുഴുവനായിട്ട് മാറി. എൻ്റെ സഹോദരൻ്റെ പുത്രനാണ് എന്ന് ഇത്രയും കാലം മനസ്സുകൊണ്ടും വിചാരം കൊണ്ടും മാത്രമല്ല അല്ലാത്ത ചേഷ്ടകൾ കൊണ്ടൊക്കെ എങ്ങനെ ഉണ്ടായത് അല്ലേ. ഉണ്ണി ഉണ്ണിയെന്ന് വിളിച്ചുകൊണ്ട് കൃഷ്ണനെ എങ്ങനെ വിളിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴാ ഭാവം മുഴുവൻ മാറിയ കുന്തിദേവി കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്ന രംഗം. വെറും കൃഷ്ണ എന്നല്ല, ആദി പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം, പരമദിവ്യ പുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്തുതി ഗീതങ്ങൾ കൊണ്ടുള്ള അതിശ്രേഷ്ഠമായ സ്തുതി. ആ സ്തുതി കഴിഞ്ഞിട്ട് ഭഗവാൻ പൂർണ്ണ ബ്രഹ്മമാകുന്ന ഭഗവാനെ നമസ്കരിക്കുന്നൊരു രംഗവും. അതാണ് ഇവിടെ കുന്തി സ്തുതിയായിട്ടുള്ളത്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ് കുന്തി സ്തുതി എന്ന് ഒന്നാം ദിവസം തന്നെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണാവതാര ചരിത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പാണിത്. ഇത് 4-ാം ദിവസം വൈകുന്നേരമാവണം കഥയിലേക്ക് കിടക്കണമെങ്കിൽ. പക്ഷേ ആ ഒരു ഏട് ഇവിടെ നമുക്ക് ആദ്യത്തെ ദിവസം തന്നെ കാണിച്ചു തന്നു. ഇതിനു വേണ്ടിയിട്ടായിരിക്കും കാണിച്ചത്. അത് നമ്മൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്താ ബോധ്യപ്പെടുത്തേണ്ടത്? ഇത്രയും ശ്രേഷ്ഠമായ ഈ സ്തുതിയും ഈ കഥയും ഇതിനിടയിൽ വെച്ചത് പാണ്ഡവരുടെ കഥ പറയാനാണോ അല്ല കൃഷ്ണൻ്റെ കഥ പറയാനോ എന്ന് ചോദിച്ചാൽ ഇതൊന്നിനു വേണ്ടിയിട്ടല്ല. ഭാഗവതത്തിൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളതാണ് അങ്ങോട്ടുണ്ടാവുക. ചില വലിയ വലിയ കടകളിലൊക്കെ ചെന്നാൽ അല്ലേ ചില നല്ലൊരു സാധനം ഉണ്ടാവും അല്ലേ, തൂക്കിയിട്ടുണ്ടാവും. എന്നിട്ടതിന് എന്താ 2000 കൊടുത്തിട്ട് അവസാനം 275 കൊടുക്കുന്നുണ്ടാവും. അല്ലേ ഏറ്റവും നല്ല സാധനം ഇത്. ആ സാധനം ആർക്കും വാങ്ങിക്കാൻ പറ്റുമോ? ഇല്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ വീടാമേലുണ്ട്. അത് ഇതിനു വേണ്ടി വെച്ചതാണ്. പറയാമല്ലോ, ഡിസ്പ്ലേ ഉണ്ടാവില്ലേ. എന്തിനാണെന്നറിയോ? ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ധാരാളം ഉണ്ടെന്നുള്ള തോന്നലോട് കൂടിയിട്ട് ഉള്ളിലേക്ക് കിടക്കാൻ തോന്നണ്ടേ? ഈ ഒരു ഭാവമാണ്. ഇന്നതാണ് ഭാഗവതത്തിൽ കഥയ്ക്ക് ഉപരിയായിട്ട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ബോധ്യപ്പെടുന്നത്. വെറും കേവലമായിട്ടുള്ള കഥകളല്ല, അതിനപ്പുറത്തേക്കാണ്. അതാണ് കുന്തിസ്തുതി. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരമലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവലികാച്ഛന്നമജ്ഞാധോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാ നടോ നാട്യധരോ യഥാ.
പറഞ്ഞു തരുന്നത് വിശേഷമായിട്ടുള്ള കാര്യങ്ങളാണ്. നമസ്യേ പുരുഷം ത്വാദ്യം. നമസ്യേ പുരുഷം, പുരുഷനെ നമസ്കരിക്കുന്ന ഒന്നാണ്. വാക്കിൽ തന്നെ വലിയൊരു അർത്ഥമുണ്ട്. എങ്ങനെയുള്ള പുരുഷനാണ്? നമ്മുടെ സഹസ്രനാമത്തിലൊക്കെ പറയും പ്രധാന പുരുഷേശ്വരായ നമഃ അല്ലേ. പരമദിവ്യോത്തമ പുരുഷനാണ് ആര്? ഭഗവാൻ. ആ ഭഗവാനെയാണ് നമസ്കരിക്കുന്നത്. ഇത്രയും കാലായിരുന്നു അച്ഛൻ്റെ പെങ്ങളിൽ നിന്ന് ഇങ്ങോട്ടും സഹോദരൻ്റെ പുത്രൻ എന്ന് തിരിച്ചും ചിന്തിച്ച ആ കുടുംബവും ആ ബന്ധവും കണ്ടിരുന്ന കുന്തിദേവിക്ക് ഇപ്പോഴും ഭഗവാനെ കാണുമ്പോൾ തോന്നുന്നത് ശ്രീകൃഷ്ണനെ കാണുമ്പോൾ ആ ഭാവമൊക്കെ മാറിയിട്ട് ലോകത്തിലെ പ്രധാന പുരുഷനായിട്ട്, പ്രധാന പുരുഷന്റെ പ്രത്യേകത എന്താ? പ്രകൃതേഹ പരമലക്ഷ്യം. പ്രകൃതിക്കും അപ്പുറത്തുള്ളവനാണ് അത് പുരുഷൻ. ഈ പ്രകൃതിയും ഗുണങ്ങളൊന്നും ആരെ ബാധിക്കാറില്ല? പുരുഷനെ ബാധിക്കാറില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഈ അർത്ഥത്തിൽ പുരുഷൻ അർത്ഥം അങ്ങനെയാണ്. ഭഗവാനെ പറയുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വിരാട് പുരുഷൻ എന്ന് പറഞ്ഞു അല്ലേ. വിരാജിക്കുന്ന പുരുഷൻ. ഈ പ്രപഞ്ചത്തിൽ ഒറ്റ പുരുഷനേ ഉള്ളൂ. അതാരാണ്? ഈ പ്രധാന പുരുഷൻ, പരമദിവ്യോത്തമ പുരുഷൻ, പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ. കൃഷ്ണൻ എന്നുള്ള പേരിലൊക്കെ പിന്നീടാണ് പറയുന്നത്. ആ പുരുഷനാണ് ഭഗവാൻ. അപ്പോൾ ബാക്കിയുള്ളവരോ ചോദിക്കും, നിങ്ങൾക്കൊന്നും അത്ര എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊക്കെ ആ കോളത്തിൽ എങ്ങനെ എഴുതാൻ അറിയാം? പുരുഷനോ സ്ത്രീയോ കഴിക്കില്ലേ? പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ ഇപ്പോൾ കോളത്തിൽ. നമ്മളെന്താ എഴുതാം? നമ്മളെ പുരുഷൻ അല്ലേ, മെയിൽ ഫീമെയിൽ അത് ചോദിക്കാതെ ടിക്കറ്റ് കിട്ടുമോ? ഇല്ല. എവിടെയെങ്കിലും വല്ല അപേക്ഷ കൊടുക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. ജാതി പറയാതെ കണ്ട് വല്ല അപേക്ഷയുണ്ടോ? ഇല്ല. ഇതൊക്കെ ഇല്ലയെന്ന് പറയുന്നവർക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ എഴുതി കൊടുക്കണം പറഞ്ഞേ. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നവർ പ്രത്യേകം ചിന്തിക്കുക. ഇതൊക്കെ നമ്മുടെ മനുഷ്യത്വത്തിൽ നമ്മൾക്കിങ്ങനെ പറയാനല്ലാതെ ഭഗവാനെ സംബന്ധിച്ച് നോക്കിയാൽ ഭഗവാൻ ഒരു പുരുഷനേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ സ്ത്രീ സങ്കല്പമാണ്. അതുകൊണ്ടാണ് ഇത് ലോകത്തിൽ ഇന്ന് പ്രത്യക്ഷമായിട്ട് കാണിച്ചു തരുന്ന ഒരു ചെറിയ സ്ഥലമേ ഉള്ളൂ. അത് ബ്രജഭൂമിയാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇനി എത്രയൊക്കെ കേവനായിട്ട് നടിച്ച പുരുഷന്മാരും അവിടെ ബ്രജഭൂമിയിൽ പോയി കഴിഞ്ഞാൽ പേരും പറയേണ്ട ആവശ്യമില്ല. രാധേ രാധേ അല്ലേ, രാധേ രാധേ ഇവിടെ മാറിക്കൊള്ളൂ എന്ന് പറയും ഇല്ലേ. രാധേ രാധേ, രാധേ രാധേ, രാധേ രാധേ. ഭക്ഷണം കഴിക്കാൻ പഠിക്കുമ്പോൾ രാധേ രാധേ. കടയിലേക്ക് നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആകർഷിക്കുമ്പോഴും രാധേ രാധേ എന്ന് വിളിക്കുന്നു. ആണോ? ഓട്ടോ ഡ്രൈവർ രാധേ രാധേ, എൻജിൻ ഡ്രൈവർ രാധ. അവിടെ കൃഷ്ണനൊഴിച്ച് ശ്യാമനൊഴിച്ച് ബാക്കിയുള്ളവരൊക്കെ എന്താണ്? രാധമാരാണ്. ഇതിൻ്റെ പൊരുൾ മനസ്സിലാക്കാനാണ് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലേ? മുഴുവനും രാധയാണ്. ഒരു കൃഷ്ണനും ബാക്കിയുള്ളവർ മുഴുവൻ രാധമാരാണെന്ന് പറയുന്നത് ബ്രജഭൂമിയിലല്ല, വൃന്ദാവനത്തിലല്ല, ലോകം മുഴുവനും. കാരണം ഈ ജീവാത്മാക്കളൊക്കെ രാധമാരാണ്. ഈ തത്വം മനസ്സിലായാലേ രാസലീലയുടെ തത്വം മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കും. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു സമ്മേളനം അല്ലേ. ഉപനിഷത് സുന്ദരി മണ്ഡലേശ്ച അതില്ലേ, ജീവപരയൊരു ഐക്യം എന്ന് പറയും. അപ്പോൾ ഈ ഒരു തത്വം തന്നെയാണ് ഇവിടെ പറഞ്ഞു തന്നത്. പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരമലക്ഷ്യം സർവഭൂതാനം അന്തർബഹിരവസ്ഥിതം. അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്നവരാണ് ആര്? ഈ ഭഗവാൻ പുരുഷൻ. കൂട്ടിയിടാനൊന്നും പറ്റില്ല. അതൊക്കെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് 10:30 നടയടക്കും, തൃപ്പൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. അതൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഭാഷയിലും നമ്മുടെ ചടങ്ങുകളുടെ ഭാഗമാണ്. നടയടച്ചു കഴിഞ്ഞാൽ ഇനി എവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ പരിഹരിക്കാനാണ് ഭഗവാനല്ലേ. അപ്പോൾ അടച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. അമ്പലപ്പുഴയിൽ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ താക്കോൽ ആരുടെ കയ്യിലാണ്? ഭഗവാന്റെ കയ്യിൽ. ചീഫ് സെക്യൂരിറ്റി ആരാണ്? സി അല്ലേ, ചീഫ് സി. ആരാണ്? ഭഗവാനാണ്. വാതിലടക്കുമ്പോൾ, നടയടക്കുമ്പോൾ, പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് വാസുദേവോ അല്ലേ. മറ്റേ ഭാഗത്തും കേൾക്കാം എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ രാവിലെ അടുത്ത അങ്ങയുടെ പൂജ തുടങ്ങുന്നവരെ എല്ലാ ഉത്തരവാദിത്വം അങ്ങയിൽ നിന്ന് ഏൽപ്പിച്ചു. അന്നത്തത് ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി കാര്യം രാത്രിയിൽ ആരും വന്നാൽ ഇടപാട് നടത്തുന്നവരായിട്ടാണ്, ഭഗവാനായിട്ടാണ്. ഈ ഒരു സങ്കല്പം
ഇത് നമ്മൾ പലതിലൂടെയും കാണുന്നത് മാത്രമല്ല, പരമദിവ്യോത്തമ പുരുഷനാണ്. പക്ഷെ അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. സത്വഗുണം, രജോഗുണം, തമോ ഗുണം എന്നുള്ള 3 ഗുണങ്ങൾക്കും അപ്പുറത്തുള്ള പുരുഷൻ നമുക്കെന്തുകൊണ്ട് അലക്ഷ്യനായി? എന്തുകൊണ്ട് അലക്ഷ്യനായി? ഇതിനുള്ളിലാണുള്ളത്. നമ്മൾ നോക്കാത്തവരെ ഒരു സ്ഥലം എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കില്ലല്ലോ. പഠിക്കുന്ന കുട്ടികളുടെ പണ്ടത്തെ പുസ്തകം പോലെ എന്ന് പറയാറുണ്ട്. കാരണം മറ്റെവിടെ വെച്ച് കഴിഞ്ഞാലും കുട്ടികൾ എടുത്തുകൊണ്ടുപോകും. കൂടുതൽ അമ്മ എന്താ ചെയ്തെന്നറിയോ? ഈ ചില്ലറ കാശില്ലേ, 2 രൂപ 1 രൂപയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്ന് വെച്ച് വെക്കാൻ അവസാനം കണ്ടെത്തിയത് ഈ കുട്ടിയുടെ പാഠപുസ്തകത്തിലാണ്. കുട്ടി തുറന്നു നോക്കാത്ത എറിയുമെന്ന് പാഠപുസ്തകം പറഞ്ഞു കേട്ടില്ലേ? ഇതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല. അവിടെയാണ് ഒളിച്ചിരുന്നത് ഭഗവാൻ. നരസിംഹമൂർത്തിയൊക്കെ ഒളിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? ഹിരണ്യകശിപുവിന്റെ ഹൃദയത്തിലായിരുന്നു. കണ്ടില്ലേ? അതാണ് ഹൃദയത്തിലേക്ക്. അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം അകവും പുറവും തിങ്ങും മഹിമാർന്ന നിൻപദം ഭജിക്കുന്നു ഞങ്ങളങ്ങ് ഭഗവാനെ ജയിക്കുക. എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. കാണാൻ പറ്റാത്തതിന്റെ കാരണം മനസ്സിലായില്ല. ഇപ്പം എന്തുകൊണ്ടാ? മായയാകുന്ന തിരശീലയാൽ മറക്കപ്പെട്ടിരിക്കുന്നവനാണ് ഭഗവാൻ. ഭഗവാന്റെ മായയെ പെട്ടെന്ന് ഇപ്പോൾ സൂര്യൻ തന്നെ ഉദിച്ചൊന്നും ഉയർന്ന് ചില ദിവസം കാണും 10:45 11 മണിയായി. ശരിക്കും വെയിൽ കൊണ്ട് കൊള്ളേണ്ട സമയമായി. അന്ന് നമുക്ക് എങ്ങനെ കാണാം? മൂടി കെട്ടിയിട്ട് കാണാം അല്ലേ? വിറയലൊക്കെ ആയിട്ടുണ്ടാവും ഇന്നത്തെ ദിവസം. കാരണം സൂര്യൻ ഉണ്ടായിരുന്നു, കത്തിച്ചൊലിക്കുന്നുണ്ട്. പക്ഷേ കാർമേഘങ്ങൾ കൊണ്ട് സൂര്യനെ മറച്ചു. ഇനി എന്താ വേണ്ടത്? നമ്മൾ ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. ഉണ്ടോ? സൂര്യൻ തന്നെ വിചാരിച്ചാൽ ഈ കാർമേഘത്തെ നീക്കാൻ സാധിക്കും. പക്ഷെ ചിലപ്പോഴും സൂര്യനും പറയും, നോക്കട്ടെ, വൈകുന്നേരം പറ്റിയില്ല, ഇന്ന് പറ്റില്ല, നാളെ നോക്കാമെന്ന് പറയും. എന്തുകൊണ്ടാണ്? സൂര്യന് പോലും സൂര്യനിൽ നിന്നുണ്ടായ കാർമേഘമാണ്, വേറൊന്നുമില്ല. സൂര്യൻ്റെ ചൂട് കൊണ്ടല്ലേ ഈ വെള്ളം നീരാവിയായിട്ട് വന്നത്. അതിന് പ്രയാസമാണ്. ഇത് തന്നെ ഭഗവാൻ പറഞ്ഞു, എന്നിൽ നിന്നുണ്ടായ മായ മമ മായ ദുരത്യയാ ദൈവീകേഷ ഗുണമയീ മമ മായ. മമ മായ, നിന്നിൽ നിന്നുണ്ടായ ഈ ത്രിഗുണിമയിയായ മായ എന്നെ തന്നെ ചിലപ്പോഴും പ്രതിസന്ധിയിലാക്കാറുണ്ടെന്ന്. ഇപ്പം നമുക്കും അത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭഗവാന്റെ വിഗ്രഹവും ഈ രംഗങ്ങളൊക്കെ കാണണമെന്ന് വിചാരിക്കാം. ഇവിടെ നല്ലൊരു കർത്തൻ കിട്ടുക. എങ്ങനെയാണ് വേണ്ടത്? ദീപാരാധന എപ്പോഴാണ് കാണാം? പോയ ഉടനെ നട അടച്ചിട്ടാണ് ദീപാരാധന നട തുറന്നാൽ നിന്നില്ല. അങ്ങനെയാണോ? ഇല്ല. ദീപാരാധന തൊഴണമെങ്കിൽ കേശാദിപാദം പാദാദികേശം നമ്മൾ അയ്യപ്പസ്വാമിയെ കണ്ട് തൊഴണമെങ്കിൽ ആ ദീപം കൊണ്ട് ഇങ്ങനെ തെളിയിക്കുന്നതിനനുസരിച്ചല്ലേ ആ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അംഗപ്രത്യംഗങ്ങൾ കാണണമെങ്കിൽ എന്ത് വേണം? ആദ്യം മെല്ലെ 2 ഭാഗത്തേക്ക് ശ്രീകോവിൽ നട തുറക്കണം. വേണ്ടേ? ഇതുപോലെ മായയെ നമ്മൾ നീക്കുകയാണ് വേണ്ടത്. അപ്പോഴേ നമുക്ക് എന്തെങ്കിലും മായാനാഥനായ ഭഗവാനെ കാണാൻ സാധിക്കുന്നു. നമുക്ക് ഈ മായയാകുന്ന തിരശ്ശീലയിൽ മറക്കപ്പെട്ടിട്ടുള്ള ഭഗവാനെയാണ് കാണുന്നത്. അപ്പോൾ കാണുമോ? ഇല്ല. ഭഗവാൻ ചിലപ്പോൾ ഇങ്ങനെ കാണാറുണ്ടല്ലേ? ഭഗവാൻ ഇങ്ങനെ കിരീടമൊക്കെ ധരിച്ച് ഒരു കീഴിയൊക്കെ കുത്തിയിട്ട് വന്നിട്ട് ഈ കഥകളിലൊക്കെ കാണുന്നത് കാണാം. എന്താ, ഒരു കത്തറിനെ 2 ഭാഗത്ത് പിടിച്ചിട്ടുണ്ടാവും. ആ പിടിച്ചത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ഭഗവാൻ ഇങ്ങനെ പിടിക്കുമ്പോഴാണ് ആദ്യം എന്താ കാണുന്നത്? അറ്റത്തുള്ള കിരീടം കാണില്ല, ആദ്യം പീലിയെ കാണും. എന്നിട്ട് പിടിച്ച് ഭഗവാൻ ഒന്ന് താഴ്ത്തി കുറച്ച്, അപ്പോൾ കിരീടത്തിൻ്റെ മുകൾ ഭാഗം ആ തിളക്കമുള്ള ആ ഭാഗം ഒന്ന് കാണും. എന്നിട്ട് പൊക്കും അല്ലേ? ഒന്നുകൂടി താഴ്ത്തുമ്പോൾ കിരീടത്തിൻ്റെ ഏതാണ്ട് ഭാഗമായി. ഒന്നുകൂടി പൊക്കും. ഉണ്ടാകാവുന്ന ആഗോപിക്കുകയും തിരിഞ്ഞിരിക്കണം. അങ്ങനെ കൊതിച്ച് വരുമ്പോഴേക്കും കുറച്ച് കഴിയുമ്പോഴേക്കും ആ മുഖം അങ്ങനെ കാണുന്നു, ഒന്നുകൂടി പൊക്കുന്നു, പിന്നെ അതങ്ങനെ മാറ്റുമ്പോൾ ഭഗവാനെ കാണുന്നു. ബുദ്ധിസ്തുതിയാണ്. ഈ മായയാകുന്ന തിരശ്ശീലയെ നമ്മൾ നീക്കണം. എന്താണ് മായ? അപ്പോൾ ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിക്കുമ്പോഴാണ് നമുക്ക് മായയായിട്ട് വരുന്നത്. അതിനെ നീക്കാൻ സാധിക്കുമ്പോഴാണ് ഭഗവാനെ കിട്ടുക. ഭഗവാൻ സത്യത്തിൽ ഒരു നടനെ പോലെയാണ്. നടൻ കർത്തൻ്റെ പിറകിൽ നിന്നിട്ടാണ് ലീലകളാണെന്നെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ. പറ്റുമോ? ഇല്ല. ഇനി വേറെ ഒന്നുകൂടി കേട്ടോളൂ. ഇത് കർത്തൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ഒരു നടൻ വന്നിട്ട് രംഗത്ത് അഭിനയിക്കുകയാണ്. രംഗത്ത് അഭിനയങ്ങളൊക്കെ ഉണ്ടാവും. ആ അഭിനയിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് നടക്കാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല. അപ്പോൾ ഈ വടി കുത്തി വേച്ച് പോവുകയാണ്. വർത്തമാനം പറയുന്നതൊന്നും വ്യക്തമല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് മെല്ലെ തൂണ് പിടിച്ച് അവിടെ നിന്ന് കൈ തീരെ പറ്റുന്നില്ല. 88 വയസ്സുമായിട്ടുണ്ട്. തീരെ വയ്യാത്ത ആളായിട്ടാണ് രംഗത്തുള്ളത്.
ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തോ ആവശ്യത്തിന് പിറകിൽ പോയപ്പോൾ ഒരു അണിയറിയുണ്ട്, അതായത് പറയാം ഒരു ഡ്രസ്സ് അല്ലേ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ പോകുമ്പോഴേക്കും നേരത്തെ ആ വേച്ച് വീണാളില്ലേ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. സാധാരണ ഒരു 36-38 വയസ്സ് പരമാവധി പ്രായമുള്ള അയാൾക്ക്. കണ്ടിട്ടുണ്ടോ ഈ രംഗം? ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് 10-38 പരമാവധി 40 താഴെ പ്രായമുള്ളൂ. ചുറുചുറുക്കോട് കൂടിയിട്ട് ഒരു ലുങ്കി കൊടുത്തിട്ട് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും. ഇനി അദ്ദേഹത്തിന് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാനുള്ളൂ. അപ്പോഴേക്കൊരു വലിയ ക്യാബത്തേക്ക് വന്നിട്ടാണുള്ളത്. പിന്നെ വരുമ്പോഴേക്കും ഇദ്ദേഹം വീണ്ടും അതുപോലെ കഴിഞ്ഞിട്ട് ഒരു 88 വയസ്സായി. ഇതാണ് നടൻ എന്ന് പറയുന്നത് അല്ലെ? ശരിക്കും അങ്ങനെ ഇതിനെയാണ് ശരിക്കും നടൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഈ ചെറിയ പ്രായത്തിലുള്ള ഒരാളാണെന്നും ഇത്രയും നേരം അദ്ദേഹത്തിൻ്റെ അഭിനയവുമാണെന്നും മുന്നിൽ നിന്ന് കാണുന്ന ആർക്കെങ്കിലും മനസ്സിലായോ? ഇല്ലല്ല. ഇതുപോലെയാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറയുന്നത്. നടോ നാട്യധരോ യഥാ ഭക്തിയോഗ വിധാനാർത്ഥം. ഭക്തിയോഗം കൊണ്ട് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. സ്ത്രീകൾക്ക് കാണാൻ സാധിക്കില്ല എന്നല്ല പറഞ്ഞത്. കുന്തിദേവി പിന്നെ അഭിനയം കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, നമ്മളുടെ സ്ത്രീകൾക്ക് എന്നൊക്കെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഭക്തിയോഗം കൊണ്ട് മാത്രമേ ഈ മായയെ നീക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ വീണ്ടും പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. ഇവിടെ കഥയൊന്നും പറയാനില്ല. ഏറ്റവും വിശേഷപ്പെട്ട 2 രത്നങ്ങൾ നമുക്ക് കിട്ടി. ഇതാണ് ഈ സ്തോത്രത്തിൽ. ബുദ്ധിസ്തുതിയുമാണുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 8:30 മണി വരെ ഇങ്ങനെ പോയാലും നമുക്ക് ബുദ്ധിസ്തുതി കഴിയില്ല. എന്നിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് പോയി ഞാൻ റെഡി ഉണ്ടായാലും നിങ്ങൾക്ക് പറ്റില്ലല്ലോ. ഞാനിവിടെ താഴെ തന്നെ താമസിക്കുന്നു. നിങ്ങൾക്ക് പല എവിടെ നിന്നൊക്കെ വന്നതാണ് എന്തൊക്കെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന ഒരു സമയത്ത് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അതുകൊണ്ട് അത്രയൊന്നും പോകുന്നില്ല. ഇങ്ങനെ ഇത് രണ്ടും മറക്കാതിരിക്കണം. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ മറ്റൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണായ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. വാസുദേവായ വസുദേവന്റെ ഉണ്ണിക്കായിക്കൊണ്ട് നമസ്കാരം. ദേവകീയുടെ നന്ദനായിക്കൊണ്ട് നമസ്കാരം. ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദഗോപകുമാരായ. ഇതൊരു ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവിടെ. എന്താ വ്യത്യാസം എന്നറിയാം? ഇത്ര നേരം പറഞ്ഞു ദേവകിയുടെ നന്ദനാണ്, വസുദേവയുടെ നന്ദനാണെന്ന് പറഞ്ഞു. അടുത്തത് പറയുന്നത് നന്ദഗോപന്റെ ഉണ്ണിയാണ്. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിൻ്റെ ലക്ഷ്യം മനസ്സിലായി. ലോകത്തിൽ 2 ഗർഭഗൃഹമുള്ള ഒരേ ഒരു അവതാരം ഏത് മാത്രമാണ്? കൃഷ്ണാവതാരം മാത്രമാണ്. നിങ്ങൾ വല്ല കാരണവശാലും വല്ല സാധ്യതയുണ്ടെങ്കിൽ ബ്രജഭൂമിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ടൂറിന് പോയിട്ട് കഴിഞ്ഞില്ലേ, തീർത്ഥാടനമാണ്, സത്സംഗ തീർത്ഥാടനമായിട്ട് പോവുകയാണെങ്കിൽ നന്ദഭവനത്തിൽ പോവുക. അമ്പാടിയിൽ പോയി അവിടെ 84 തൂണുകളുടെ ചൗരാസം വന്നിട്ട് അവിടെ ഒന്നും പോകാൻ പറ്റണമെന്നൊന്നുമില്ല. കാരണം അവിടെ ഓരോ ഏജൻസികളും ഓരോ ഗ്രൂപ്പുകളാണ്. അവിടുത്തെ ഭഗവാന്റെ ഒരു ചെറിയൊരു വിഗ്രഹം ഉണ്ടാകും. നമുക്ക് കാണാൻ വിഷമമൊന്നുമില്ല. കാരണം വലിയ പടിവാതിലൊക്കെയാണ്. നമ്മുടെ അമ്പലം പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, ഇഷ്ടംപോലെ കാണാം. പക്ഷെ അത് കാണണമെങ്കിൽ അത് ഉറപ്പിക്കണം. അത്രയാണ് 2000 തരുന്നോ 1500 തരുന്നോ 500 വരുന്നോ. അവസാനം ഒന്നിനും നമ്മളില്ലെങ്കിൽ അവസാനം 100 കൊടുക്കും. 100 വെച്ചിട്ട് എഴുതി കൊടുത്ത് റെസീറ്റ് മുറിച്ച് കഴിഞ്ഞാലേ ചിലപ്പോഴും ഈ കത്ത് നീക്കി തരുള്ളൂ എന്നൊക്കെ ഇവിടുത്തെ വിശേഷമാണ്. അത് പിന്നെ നമ്മൾ കാരണം ഇപ്പോഴത്തെ ട്രസ്റ്റും അതിൻ്റെ ട്രസ്റ്റിനെ മറികടക്കുന്ന ചില സംവിധാനങ്ങളാണ്. പക്ഷെ അവിടെ നമ്മൾ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടുപോകും. നമ്മുടെ ഏജന്റുമാർ എവിടെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്, ആ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലത്ത് പറയും ഇതാണ് നന്ദഭവൻ, ഇവിടെയാണ് ഉണ്ടായത്, മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നൊക്കെ പറയാം. അതൊന്നും തെറ്റിദ്ധരിക്കരുത്. 84 തൂണുകളുള്ള ചൗരാസി മന്ദിരാണ് യഥാർത്ഥത്തിൽ 5000-ത്തിനപ്പുറം വർഷങ്ങൾ പഴക്കമുള്ള വിശ്വകർമാവിനാൽ നിർമ്മിച്ച അമ്പാടി എന്ന് പറയുന്ന നന്ദഭവനം. ഓൾഡ് 2500 വർഷത്തോളം നമ്മുടെ കാലഹരണപ്പെട്ട് ഒന്നുമില്ലാതെ കിടന്നത് ചൈതന്യ മഹാപ്രഭുവാണ് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നത്. ദിവ്യപ്രഭാവത്തോട് കൂടിയിട്ടും തിരിച്ചറിയാം. ഇതൊക്കെ പറയുന്നത് അതിൽ ഒരു കഥയായിട്ട് പറഞ്ഞു, കുറച്ച് കഥകൾ മാത്രം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. നമുക്ക് കഥയ്ക്ക് ഉള്ളിൽ കുറേ കാര്യങ്ങളുണ്ട് ഇന്നത്തെ ദിവസം കഥ മനസ്സിലാക്കാനുള്ളത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ആ അമ്പാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുമായിട്ട് ശരിക്കും പരിചയമുള്ളവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഇവിടെയാണ്
യശോദ പ്രസവിച്ച് കിടന്ന സ്ഥലം, കൃഷ്ണനെ പ്രസവിച്ച സ്ഥലം ഇതാണെന്ന് പറഞ്ഞ് അവർ മാർക്ക് ചെയ്ത് കാണിച്ച് തൂണിൻ്റെ അടുത്ത് അത് പ്രത്യേകിച്ചൊരു സ്ഥലം കാണിച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ യശോദയുടെ അടുക്കള, പാല് കാച്ചുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ടാവും. വലിയ കലവും ഒക്കെ ഉണ്ടാവും. നമ്മൾ പഴയ ആ കാലത്തേക്ക് പോയി നമ്മൾ മതിമറന്ന് പോകുന്ന അവസ്ഥയുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമോ അതിൻ്റെ പിറ്റേ ദിവസമോ നമുക്ക് മധുരയിൽ സൗകര്യം പോലെ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നീടാണ് മധുരയിൽ പോകുന്നത്. അവിടെ പോകുമ്പോൾ നമുക്കൊരു അമ്പലമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാണ്, അതൊന്നുമല്ല, അതൊക്കെ പിന്നീടുണ്ടായ രംഗങ്ങളുണ്ടായതാണ്. ആ കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിന് വെളിയിലായിട്ട് ഒരു ജയില് കാണിച്ചു തരും ഇല്ലേ? ആ ജയില് കാണിച്ച പണ്ടത്തെ ജയിലിന് കുറച്ച് മാറ്റമുണ്ട്, കുറച്ച് ഉയർത്തിയിട്ടുണ്ട്, താഴെയായിരുന്നു. ഇവിടെയാണ് അവർ ജനിച്ചത്. ദേവകി വസുദേവരുടെ ആ കെട്ടിൽ അവർ ഇവിടെയാണ് കിടന്നത്. ഈ ജയിലറയിലായിരുന്നു ഇവർ കിടത്തിയത്. ഇവിടെയാണ് ജനിച്ചത്. ഇവിടുന്ന് ഇപ്പം കാണില്ല, അതിൻ്റെ താഴെ ഒരു വാതിലുണ്ടായിരുന്നു പണ്ട് കാലത്ത്, ഒരു ഇരുമ്പ് വാതിൽ. അത് തുറന്നിട്ട് അതിലൂടെയാണ് കാളിന്തിയിലേക്ക് കൊണ്ടുപോവുക, കുളിക്കാൻ കൊണ്ടുപോവുക. അതാണ് വാതിൽ ശരിയായിട്ടുള്ളത്. നമ്മളിപ്പോൾ വേറൊരു വഴിയിലൂടെയാണ് പോകുന്നത്. എന്തിനാ പറഞ്ഞതെന്നറിയോ? അതാണ് കൃഷ്ണൻ ജനിച്ച സ്ഥലം. തലേ ദിവസം മറ്റത് മനസ്സിലാക്കി നമുക്ക് പിറ്റേ ദിവസം ഇത് മനസ്സിലാക്കി തരും. ഇത് തമ്മിൽ ഇവരെ അറിയാനിട്ടൊന്നല്ല, കാര്യങ്ങൾ അറിയാനിട്ടൊന്നുമില്ല. അപ്പോൾ സത്യമല്ലേ എന്ന് ആലോചിച്ച് നോക്കും. യശോദയ്ക്ക് ബോധം വരുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെയല്ലേ ജനിച്ച സ്ഥലം. എന്നാൽ രഹസ്യമായിട്ട് മാറ്റിയതാണെന്നുള്ളതൊക്കെ ഉണ്ടാകും. അപ്പം 2 ഗർഭഗൃഹമുള്ളത്. അതുകൊണ്ടാണ്, അത് വ്യക്തമാക്കാനാണ് നന്ദഗോപകുമാരായ നന്ദഗോപനുണ്ണിക്കായിക്കോട്ടെ നമസ്കാരം, ഗോവിന്ദായ നമോ നമ. പിന്നെ അടുത്ത ശ്ലോകം കൂടെ അത് പൂർണ്ണമാവുള്ളൂ. വേണമെങ്കിൽ ഇതൊന്ന് മാത്രം ചൊല്ലിയാൽ മതി എന്ന് പറയും. പക്ഷെ ഞാനങ്ങനെ പറയാറില്ല. കാരണം ഇതിൻ്റെ ഒരു പൂർണ്ണത നമ്മുടെ മനസ്സിൽ ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. നമ പങ്കജനാഭായ, നാഭിയിൽ താമരയോടുകൂടിയുള്ളവൻ, താമരമാല ധരിച്ചവൻ. നമ പങ്കജനേത്രായ, എന്താ പ്രത്യേകത? പത്മനാഭൻ അല്ലേ? ആ കയ്യിൽ താമരയോടുകൂടിയിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാനെ നമസ്കരിക്കുന്നു. ഇതാരാണ്? കൃഷ്ണനെ മുന്നിൽ നിർത്തിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, പത്മനാഭൻ കൃഷ്ണൻ രണ്ടും പേര് പറയണോ? ഗുരുവായൂരത്ത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഷ്ണു ക്ഷേത്രമാണ്. നമ്മളൊക്കെ എന്താ പറയുന്നത്? ഏറ്റവും വലിയ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. ഇത് വേറെ പറയണോ? അല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ പങ്കജനാഭൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ എത്തി, നമ്മൾ പത്മനാഭനിലേക്ക് എത്തി ഇല്ലേ? ഈ ഒരു സങ്കല്പം കുന്തിസ്തുതിയെ വളരെ മുന്നേ ഉണ്ടായതാണ്. ഈ കുന്തിസ്തുതിയൊക്കെ കൃഷ്ണനുള്ള കാലത്തുള്ളതാണ്. അത് ഉറപ്പല്ലേ? അതൊക്കെ എത്രയോ കഴിഞ്ഞിട്ട് കൃഷ്ണൻ ഇവിടുന്ന് പോകുന്ന സമയത്താണ് കൃഷ്ണനൊക്കെ നിന്നിട്ട് പുഷ്പാഞ്ജലി ചെയ്ത ആ വിഗ്രഹം ഇവിടെ എത്തുന്നത്, ഗുരുവായൂരിലേക്ക് എത്തുന്നത്. പക്ഷെ ഗുരുവായൂരിലെത്തുമ്പോൾ ഈ ഭാഗവതത്തിൻ്റെ സന്ദേശം നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം ലോകത്തിൽ ഇവിടെ മാത്രമാണ്. മറ്റുള്ള സ്ഥലത്തും പോയാൽ കാണില്ല. എന്തുകൊണ്ടറിയോ? മുന്നിലെത്തുമ്പോൾ രാവിലെ ആ കയ്യിൽ ഒരു ഓടക്കുഴൽ പിടിച്ച്, മറ്റേ കയ്യിൽ വെണ്ണയൊക്കെ പിടിച്ച്, പട്ടുകോണം കൊടുത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അതിസുന്ദരമായ മന്ദഹാസത്തോടു കൂടി അവിടെ ഇങ്ങനെ നമ്മളെ നോക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ കൃഷ്ണനെ കാണുമ്പോഴുള്ള ശ്ലോകമാണ് കൃഷ്ണമായ വാസുദേവായ എങ്കിൽ അവിടെ നിന്ന് പണ്ട് കാലത്താണെങ്കിൽ ഇങ്ങനെ തൊഴുതു പോയി ഗണപതിയുടെ അല്ലേ ഇങ്ങനെ വരം വെച്ച് വരുമ്പോൾ പിറകിലെത്തുമ്പോൾ അവിടെ ചുമരിലൊരു ചിത്രം ഉണ്ടായിരുന്നു കൊണ്ട്. അതാണ് പത്മനാഭൻ്റെ. ഇപ്പം ചിത്രമൊന്നുമല്ല, അത് ലക്ഷ്മിത കൊണ്ട് മനോഹരമായ വിഗ്രഹമാക്കി മാറ്റിയെന്നുള്ള കുന്തിസ്തുതിയെ നേരിട്ട് പ്രാവർത്തികമാണിച്ച് കാണിച്ചിരുന്നതാണ് ആ ഭാവത്തെ. ഇപ്പോഴും പിന്നെ അത്ര നമ്മളങ്ങനെ മെല്ലെ ഇങ്ങനെ പോയി ഒന്നും പറയേണ്ട ആവശ്യമില്ല. കുടുംബശ്രീക്കാരോടൊന്ന് പിടിച്ചു വരിക്കും. പിന്നെ തൊടുന്ന സമയത്ത് തൊഴാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് അവരെ പിടിച്ചു വരിക്കും. അകത്തെ ഡ്യൂട്ടിക്ക് ഇടുന്നത് ആരെയാണെന്ന് ഞാൻ ഒരിക്കലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഏറ്റവും സ്ട്രോങ്ങിൽ ചീത്ത പറയാൻ പിടിച്ചു വലിക്കാൻ പറ്റുന്നവരെ മാത്രമേ അകത്തിടുള്ളൂ, അല്ലാത്തവരെ പുറത്തായിടുകയെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഓരോ ഓഫീസിൽ നിന്നാണ് ഇതിൻ്റെ നിയമനങ്ങളൊക്കെ അറിയാലോ. ഓരോ ലോക്കലായിട്ട് ഓരോ സ്ഥലത്ത് തീരുമാനിച്ച് നമുക്ക് ഡ്യൂട്ടി കൊടുക്കുന്നതാണ് ഇപ്പോഴും. അപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ നിർദാക്ഷിണ്യം പിടിച്ചു വലിക്കാൻ പറ്റുന്നവരെ അകത്ത്, അല്ലാത്തവരെയൊക്കെ പുറത്ത് നിയമിക്കുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ നിന്ന് കൊടുത്താൽ മതി, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ അതിനെ പോകും. ഇപ്പം ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് പറഞ്ഞത്. ഇനി ഒന്ന് പറയാനുള്ളത്, കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണനുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ. ഈ കൃഷ്ണൻ കാസർഗോഡ് ജില്ല കേട്ടിട്ടുണ്ടാവില്ലേ? അവിടെ കുമ്പളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതിനടുത്ത് അനന്തപുരം. ആ അനന്തപുരം അവിടെ വലിയ തടാകം, അതിലൊരു മുതല വീരചരമം അടഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പോഴൊരു വീണ്ടും ഒരു ചെറിയ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. പത്മനാഭൻ്റെ വിഭൂതിയാണ്. ചെറുതാണ്, കാര്യങ്ങളൊന്നും കൂടുതൽ മനസ്സിലായില്ല. അതുകൊണ്ട് വലിയ നിവേദിച്ചോറ് അങ്ങനെ തന്നെ കഴിക്കുന്നില്ല, കുറച്ചേ കഴിക്കുള്ളൂ.
അതാണ് അനന്തപുരം തടാകത്തിലാണ്. എത്രയോ യോഗീശ്വരന്മാർ തപസ്സനുഷ്ഠിച്ച തപോഭൂമിയിൽ വില്ലുവങ്കലം സ്വാമിയാർ കുറേ കാലം അദ്ദേഹം ഈ വടക്കൻ സമ്പ്രദായത്തിലുള്ള ആരാധന നടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഒരു കുടുംബത്തിലാണ് അദ്ദേഹം. അവിടെ ആശ്രമം വില്ലുവങ്കലം സ്വാമിയാരുടെ മഠമൊക്കെ ഉണ്ട്. അവിടെ ഗോശാലകൃഷ്ണനായിട്ട് ഉപാസിച്ചുകൊണ്ടിരുന്നു ഒരുപാട് കാലം. ആ ഉപാസനയുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ഒരു വിഗ്രഹം, വിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം വെച്ചിട്ട് തടാകത്തിൻ്റെ മധ്യത്തിൽ ഒരു പൂജയൊക്കെ പതിവുണ്ട്. മഠത്തിൽ നിന്ന് ഉപാസന, മഠം എന്ന് പറഞ്ഞാൽ അവരുടെ ധ്യാനം, പൂജ, മറ്റുള്ള തേവാരം എന്ന് പറയും. നമ്മളൊരു ലേതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. ആ തേവാരം മൂർത്തിയായിട്ട് മധ്യത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ സഹായത്തിനൊരു കുട്ടി വന്നു. ആ കുട്ടിയാണ് എപ്പോഴും അവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കുറവായിട്ട് ജനങ്ങളുണ്ട്, പാറയും ഇതൊക്കെയാണ്. പക്ഷെ സാധാരണ കുടിൽ വെച്ച് താമസിക്കുന്ന പാവപ്പെട്ടവരുണ്ട്. അവരെവിടെയോ വീടാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. കുട്ടി വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു പോവുകയൊക്കെ ചെയ്യും. ഈ പശുക്കളെ മേയ്ക്കാൻ വന്നാണെന്ന് പറയും. ചിലപ്പോൾ കാലിച്ചെറുക്കന്മാർ, അങ്ങനെയുള്ള കാലഘട്ടമുണ്ട്. കുറേ കുടുംബങ്ങളിലെ പശുക്കളൊക്കെ ഒരുമിച്ച് കുറേ പിള്ളേരൊക്കെ കൂടി കൊണ്ടുപോകുക, വൈകുന്നേരം തിരിച്ചു കൊണ്ടുപോകുക. അങ്ങനെയുള്ള ഒരു ഉണ്ണിയാണെങ്കിലും ഈ ഉണ്ണിക്ക് മറ്റുള്ളവർ പോയാലും ഇദ്ദേഹത്തിനോടൊപ്പം കൂടും. കാലം കഴിയുമ്പോൾ ചില ദിവസം ബുദ്ധിയാവും ഇത് കൃഷ്ണൻ തന്നെയാണ്, ചില ദിവസം ബുദ്ധിയാവും അല്ലേ. ഇങ്ങനെ അതായത് ഈ സംശയാത്മാവിനശ്വരി എന്നൊക്കെ പറയുന്നത് ഈ സംശയത്തോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടത് കാണിച്ചു കൊടുത്തില്ല. അതൊന്ന് കാണിച്ചു കൊടുക്കണമെന്ന് വിചാരിച്ച് പല വികൃതികളും കുസൃതികളുമാണ് കൃഷ്ണൻ കളിക്കുന്നത്. കൃഷ്ണനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹത്തിന് വിചാരിക്കാം. നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്താണ് കൃഷ്ണൻ തന്നെയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അങ്ങനെ പറയാം. ചില ദിവസം നോക്കുമ്പോൾ പഴമൊക്കെ അവിടെ കൊണ്ടുവച്ചു, 2 പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിവേദ്യം കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അതൊക്കെ ആയിട്ട് കഴിച്ചു. അത് കഴിഞ്ഞു അല്ലേ. പുഷ്പങ്ങളൊക്കെ വാരി തലയിലിടും. ഇങ്ങനെ പല പല കാര്യങ്ങളും നടത്തുന്ന സമയത്താണ് ഒരു ദിവസം ഇത്തിരി ഒന്ന് മാറി നിൽക്കും, ഞാനൊന്ന് പൂജ ഒന്ന് മുഴുപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് കൈകൊണ്ടൊന്ന് മാറ്റി എന്നുള്ള കാരണമാണ്. അതോടുകൂടിയിട്ട് ആ ഉണ്ണിക്ക് മുഖഭാവമൊക്കെ മാറി പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തിച്ചാടി. ആ ശീകോര് പോലുള്ള സ്ഥലത്ത് വെള്ളത്തിലേക്ക് എടുത്തിച്ചാടി വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടൊരു ഗുഹയുണ്ടായിരുന്നു. ആ ഗുഹയിലേക്ക് ഓടി പോവുകയാണ്. അപ്പോൾ ബുദ്ധി പൂർണ്ണ ബ്രഹ്മം തന്നെയാണ് എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പോഴെങ്ങനെയാണ് ബുദ്ധിയൊക്കെ അങ്ങനെ ബുദ്ധിയായപ്പോഴും പിന്നാലെ ഓടുന്ന സമയത്ത് ഒരു തേജസ് മാത്രം അതിനുള്ളിലൂടെ പോകുന്നു. ഒരുപാട് ദൂരം ഓടി. അപ്പോഴാണ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണാന്ന് വിളിക്കുമ്പോൾ പറയുന്നു, സ്വാമിയാരെ ഇനി എന്നെ പിടിക്കാൻ പറ്റില്ല, എന്നെ കാണണമെങ്കിൽ അനന്തം കാട്ടിലേക്ക് വരുന്നു പറഞ്ഞുകൊണ്ടാണ് ഓടിയത്. പിന്നെ തീരദേശത്തെത്തി ആ കുമ്പളക്കടപ്പുറത്ത് ആ സ്ഥലമൊക്കെ പോയി. എല്ലാം അന്യാധീനപ്പെട്ടു പോയെങ്കിലും എന്തോ ഒരു ചെറിയൊരു 2 മരവും ഒരു ചെറിയതൊന്നും ഇവിടെയുണ്ട്, ബാക്കിയുണ്ട്. അവിടെയാണ് 2 പാദങ്ങൾ നേരെ തെക്കോട്ട് നടക്കുന്നത് പോലെ തോന്നി. അതുകൊണ്ട് തീരുമാനിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം വേറെ വഴിക്ക് പോകേണ്ടതായിരുന്നു. ആ വഴി കാണിച്ചു കൊടുത്തു. അനന്തങ്കാട് അന്വേഷിച്ചു കൊണ്ടുപോവാണ്. പേരില്ല, ബോർഡില്ല. ഇന്ന് അനന്തങ്കാടൊക്കെ ഉണ്ട് അല്ലേ. അനന്തങ്കാട് ഒരു മരം പോലും അവിടെ ഉണ്ടാവില്ല. അതിൻ്റെ പേരാണ് അനന്തങ്കാട്. ഇന്നിപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് കാണാൻ ഒന്നും ഉണ്ടാവില്ല, ഒരു ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ആ അനന്തങ്കാട് അന്വേഷിച്ച് നടക്കുന്ന ഇന്ന് കാണുന്ന ആ സ്ഥലം പഴവങ്ങാടിയും ഒക്കെയുള്ളത് വലിയ ഘോരവനം ചെറുപ്പ് നിലയായിരുന്നു. ഇത്ര അനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. എത്രയോ കാലത്തെ തപസ് കൊണ്ട് കാണുന്നവരോടൊക്കെ ചോദിക്കും അനന്തങ്കാട് നമുക്കറിയില്ല. കണ്ട കാടൊക്കെ അനന്തങ്കാടാണെന്ന് വിചാരിക്കും. ഇദ്ദേഹം അങ്ങനെ പല സ്ഥലത്തും പ്രത്യക്ഷമായിട്ട് ഇത് തന്നെയാണ് അനന്തം കാട് എന്ന് വിചാരിച്ച് അവിടെ ക്ഷേത്രവും ആരാധനയും വിഗ്രഹപ്രതിഷ്ഠയൊക്കെ ഉണ്ടായി. ഇന്നത്തെ ക്ഷേത്രമല്ല, അന്നത്തെ രീതിയിൽ. അതുകൊണ്ട് ഒരുപാട് അനന്തപുരമുണ്ട്. അറിയാത്തവർക്ക് പറയാം. കൊല്ലം കൊയിലാണ്ടിക്കടുത്ത് അനന്തപുരമുണ്ട്, 5 ഏക്കർ ചെറിയുണ്ട്, ഒരുപാട് സ്വാമിയാർ മഠങ്ങളുണ്ട്, മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം ഉൾപ്പെടെ എല്ലാം വില്ലുവങ്കലത്തിൻ്റെയാണ്. ചെറുതായിട്ടുള്ള ഒരു കണ്ണിനെയാണ് പ്രതിഷ്ഠിക്കുകയാണ്. തടിച്ച് ചെറുതായിട്ട് ജഘനായ ദിഗംബരായ എന്നുള്ള ഭാവത്തോടും. അങ്ങനെ അന്വേഷിച്ച് വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു. ഒരേ ഒരു ചിന്ത, ഏത് പ്രകാരമാണോ ഗോപികമാര് കണ്ണനെ കണ്ടായോ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയിൽ വൃന്ദാവനത്തിലും മിഥുവനത്തിലൂടെ ഇങ്ങനെ അന്വേഷിച്ചു പോയത്, അതുപോലെ വില്ലുവങ്കലം സ്വാമിയാർ കണ്ണനെ മാത്രം അന്വേഷിച്ചുകൊണ്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോവുകയാണ്. ഓരോ സ്ഥലത്തും നിരാശ മാത്രം ഫലം. അങ്ങനെയാണ് ഇവിടെയെങ്കിലും ഗ്രാമപ്രദേശങ്ങളിൽ വെള്ളക്കുളത്തിൻ്റെ അരികിലൊക്കെ നിന്ന് കുഴി സന്ധ്യാവന്തനമൊക്കെ കഴിയും. അങ്ങനെ കഴിയുന്ന സമയത്താണ് ഒരു ദിവസം സന്ധ്യാവന്തനം കഴിഞ്ഞ് ഇങ്ങനൊരു മരച്ചുവട്ടിൽ ഇരിക്കുകയാണ്. കാടൊക്കെ ധാരാളം അതിനപ്പുറത്തൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ഇരിക്കുമ്പോഴാണ് ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കുന്നു. പറയുന്നു, ഇനി നീ നിലവിളിച്ചാൽ തന്നെ ഞാൻ അനന്തങ്കാട്ടിലേക്ക് വലിച്ചെറിയും, പറഞ്ഞേക്കാന്ന് പറയുന്നു അവരുടെ ഭാഷയിൽ. മനസ്സിലായത് എന്താ അർത്ഥം? കുട്ടിയെ പേടിപ്പിക്കാൻ പറഞ്ഞാണ്. അപ്പോൾ കുട്ടി കരച്ചിൽ നിർത്തും.
അല്ലേ? ചില നമുക്ക് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റില്ല, ഇന്ന ആളുകൾ പിടിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഇല്ലേ, ഒരു ഉരുളി കൂടെ കഴിച്ചില്ലെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുപോകും വരുന്നൊക്കെ പറഞ്ഞില്ല. ഇതുപോലെ പറഞ്ഞതാണ്. പക്ഷെ ഇദ്ദേഹം കേട്ടു. അന്ന് കൃഷ്ണൻ പറഞ്ഞതിന് ശേഷം കേട്ട അനന്തൻകാട് എന്നുള്ള പേരുകൾ നിൽക്കുന്നതാണ്. അപ്പോൾ ഇവിടെ അടുത്താണെന്ന് മനസ്സിലായി, അന്വേഷിച്ചു. അപ്പോഴാണ് പറഞ്ഞത് ഇവിടെ അങ്ങോട്ടുള്ള കാട് അനന്തൻകാട്. പോയവരാരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവർ ആണ് അതിനുള്ളിൽ താമസം എന്ന് പറഞ്ഞു. അനന്തൻ ആദിശേഷൻ ഒക്കെ ഉണ്ടല്ലോ, അവരുടെ വിഭാഗങ്ങൾ മുഴുവനാണെന്ന് പറഞ്ഞപ്പോൾ തേടിയ വള്ളിയാണ് കാലിൽ ചുറ്റിയതെന്ന് മനസ്സിലായി. എനിക്ക് അങ്ങോട്ട് പോകണമെന്നുള്ള നില വന്നു. പോയാൽ പിന്നെ തിരിച്ചു വരില്ല സ്വാമി എന്ന് പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ, തിരിച്ചു വന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ ഭഗവാനെ കാണണം എന്നുള്ളത് എനിക്ക് പിന്നീട് അതിനുള്ളിലേക്ക് കടന്ന് അവിടെ ആ തപസ്സൊക്കെ അനുഷ്ഠിച്ച സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. പക്ഷെ ഒന്നും ആ രീതിയിലൊന്നും കാണില്ല. നമ്മുടെ പത്മതീർത്ഥമായിരുന്നു. നിങ്ങളുടെ കുളമൊന്നുമല്ല, ഒരു തടാകമായിരുന്നു. തടാകത്തിൻ്റെ കരയിലിരുന്ന് അങ്ങനെ ഭജിക്കുന്ന സമയത്താണ് ഒരു സന്ധ്യാരക്കോട് അനുബന്ധിച്ച് പെട്ടെന്നൊരു വലിയ വടവൃക്ഷം ഇലവ് മരം പൊട്ടി ഇങ്ങനെ തകർന്നു വീഴുന്നു. അത് വീഴുന്നതോട് കൂടിയിട്ട് ഒരു വലിയ സ്വരൂപം അവിടെ കാണുന്നു. അനന്തങ്കാട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ രൂപം കൃഷ്ണനില്ലേ? പ്രതീക്ഷിച്ചത് കൃഷ്ണനായിരിക്കാം. കൃഷ്ണന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുത്തു. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനം വന്ദേ വിഷ്ണു ഭവഭയകരം സർവലോകൈകനാഥം. ഗഗനസദൃശ സ്വരൂപത്തോടുകൂടിയിട്ട് ആ ഭക്തി വിടർത്തി നിൽക്കുന്ന ആദിശേഷനോട് കൂടിയിട്ട് പത്മനാഭനെ കണ്ടവർക്ക് അറിയാമല്ലേ? ആ അനന്തശാലിയായുള്ള ഭഗവാന്റെ ഇതാണ് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത വൈകുണ്ഠ ദർശനം. ബ്രഹ്മാവിനെ ആ നാഭിയിലാണ് ഇരുത്തിയത്. ആ പത്മനാഭനെ ബ്രഹ്മാവോടുകൂടി കാണാനുള്ള ഭാഗ്യമാണ് ഉണ്ടായത്. സനകാദികളോടുകൂടിയിട്ടുള്ള രംഗം നമുക്ക് കാണാൻ പറ്റില്ല, കാരണം ഗഗനസദൃശമായ രൂപമാണ്. പക്ഷെ നമ്മളുടെ കണ്ണുകൾക്ക്, മനസ്സിന്, വാക്കുകൾക്കൊക്കെ പറ്റുന്ന രീതിയിലേക്ക് ഭഗവാനെ നമ്മൾ ചുരുക്കിക്കൊണ്ടുവരും. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അയ്യപ്പനെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല. പറ്റുമോ? അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനെ വിളിക്കുകയും ചെയ്തിട്ട് അദ്ദേഹത്തെ എങ്ങനെ ചുരുങ്ങിയ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക പറ്റുമോ? ഇല്ല. തന്ത്രീശ്വരന് കുറെ ചടങ്ങുകളുണ്ട്. സങ്കോചക്രിയ എന്ന് പറയാം. ഈ ഇവിടെ ഗ്രാമത്തിന്റെ പേരെന്താണോ ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരണം. കർണാടക സംസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് ഈ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് പണിയെടുത്ത് സങ്കോചക്രിയയിലൂടെ സങ്കോചിപ്പിച്ചാൽ ഒരു ഗ്രഹത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയും. അത് പ്രാണൻ ഇതുപോലെ ചെറുതാവണമെന്ന് പറഞ്ഞപ്പോഴാണ് ഭഗവാൻ തൻ്റെ സ്വരൂപത്തെ കാണിച്ചു കൊടുത്തത്. വില്യോകരത്തിന് അത് മതിയായിരുന്നു. നമുക്കത് കാണാനുള്ള തപോബലം പോരാത്തത് കൊണ്ടും പത്മനാഭന്റെ വിഗ്രഹം ഉണ്ടാക്കിയതിൻ്റെ യാഥാർത്ഥ്യം എത്രയാണ്? 12,008 അല്ലെങ്കിൽ 108 ലക്ഷണമൊത്ത ശാലഗ്രാമങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിഗ്രഹം ആണ് കടുശർക്കര യോഗത്തിലെങ്കിൽ അതിൻ്റെ ചൈതന്യം നമുക്ക് നേരിട്ട് ഏറ്റെടുക്കാൻ പറ്റില്ല, ഇല്ലേ? ഓരോ ഭാഗമായിട്ട്. അല്ലാതെ ഇത്രയും വലിയ ഒരു ഒറ്റക്കൽ മണ്ഡപമുണ്ടാക്കിയവർക്ക് ഇത് തൂണില്ലാതാക്കാൻ പറ്റില്ലേ? ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ കണ്ടാൽ മതി എന്നുള്ള ആ ഒരു ഭാവത്തോടു കൂടിയിട്ട് പത്മനാഭനെ പ്രതിഷ്ഠിച്ചു. അതൊക്കെ പിന്നീടുള്ള കഥ, രാജാക്കന്മാരുടെ അടുത്ത കാലത്തുള്ള കഥയാണ്. പത്മനാഭന്റെ ക്ഷേത്രം കേട്ടോ, ഈ വില്ലുമംഗലം പ്രതിഷ്ഠിച്ചതൊന്നുമല്ല. വില്ലുമംഗലം കണ്ട സ്ഥാനത്ത് ഉടനെ ഭഗവാനെ കണ്ടപ്പോൾ എന്താ ഭഗവാനെ ഞാൻ സമർപ്പിക്കേണ്ടതെന്നുള്ള ആ ഒരു വ്യഗ്രതയിൽ മനുഷ്യർ ജനവാസമില്ലല്ലോ, പുറത്തേക്ക് തന്നെ ഓടിയിട്ടാണ് ആ ഭവനത്തിൽ ചെന്ന്. കൊച്ചു കുടിയിലാണ്, ഒന്നുമില്ലല്ലോ സ്വാമി, ആരെയും എന്താ ഉള്ളത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഉപ്പിലിട്ട മാങ്ങയുണ്ടായിരുന്നു. അത് കൊടുത്തു. ഒരു ചിരട്ടയിൽ കേട്ടോ കൊടുത്തു. ആ ചിരട്ടയായിട്ട് വന്നു. അപ്പോൾ തന്നെ എന്തെങ്കിലും അതൊരു വെള്ളമൊക്കെ കൊടുക്കണ്ടേ? ഒന്നുമില്ലല്ലോ. കിണ്ടിയും വെള്ളമൊക്കെ കിട്ടുമോ? ഒന്നുമില്ല. ഈ ചിരട്ട കൊണ്ട് തന്നെ വെള്ളമൊക്കെ കോരിയിട്ട് അർഘ്യമിതം, പാദ്യമിതം, ആചമനീയമിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിരട്ട കൊണ്ട് തന്നെ കൊടുത്തു. അതിന് തന്നെ ഒരു ഇലയും കൂട്ടി പിടിച്ച് അതിനകത്ത് ഉപ്പുമാങ്ങ വെച്ചിട്ടൊരു നിവേദ്യം കൊടുത്തു. ഇതുകൊണ്ട് തൃപ്തിപ്പെടുന്നതിന് പ്രാർത്ഥിച്ചു. ഇന്നും ഇതാണ് പത്മനാഭന് ഉപ്പുമാങ്ങയില്ലാത്ത രാവിലത്തെ പൂജ മുതലുള്ള നിവേദ്യം ഇല്ലാന്ന് പറയുന്നത്. ഓരോന്നിനും കദളിപ്പഴവും ഉപ്പുമാങ്ങയും ഉപരി നിവേദ്യമായിട്ട് വേണം അർത്ഥം.
ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ശംഖ് ഒരു തവണ മാത്രമേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ അഭിഷേകത്തിനകത്തെ അതിന് മാത്രമേ ശംഖ് ഉപയോഗിക്കാറുള്ളൂ. പിന്നീടുള്ളതൊക്കെ എന്തിനാണ്? ചിരട്ടയാണ്. പിന്നെ അതിന് കുറച്ച് സൗകര്യമൊക്കെ ആക്കിയിട്ടുണ്ട്. ഭരണം ഏതായാലും ഉണ്ടല്ലോ. എന്താ സ്വർണ്ണമൊക്കെ കെട്ടിച്ച് ധാരാളം ചിരട്ടകളുണ്ടാവും. ആ ചിരട്ട ശംഖ് കാലൊക്കെ ഉണ്ടാവും, അതിൻ്റെ മുകളിൽ ചിരട്ടയായിരിക്കും. അതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഇപ്പോഴിനി അറിയില്ലെങ്കിൽ അറിയാം. ഈ ഉപ്പുമാങ്ങ എത്രയാണ് വേണ്ടതെന്ന് കണക്കൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഒരു ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അവിടുന്ന് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്പിയെ കണ്ടപ്പോൾ ഒന്ന് തന്നു. പക്ഷെ അത് പോയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇല്ലത്ത് എത്തിച്ചിട്ടുണ്ട്. ഒരു കഷ്ണം മുറിച്ച് ചില ആൾക്ക് കൊടുത്ത് ബാക്കി എത്തിച്ചിട്ടുണ്ട്. ഞാൻ അത്രയ്ക്ക് ഉപ്പിട്ടിട്ടുണ്ട് എന്നർത്ഥം. മനസ്സിലായില്ല. കാരണം ഒരു 10,000-40,000 മാങ്ങ വേണം ഒരു വർഷത്തേക്ക്. അതിന് കണക്കായിട്ട് 80ഓളം ഭരണികളുണ്ട്. അത് എടുക്കാൻ വേണ്ടിയിട്ട് 2.5 മീറ്ററുള്ള കയ്യിലുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ആൾക്കാരെ നിയോഗിച്ചത്. ഇതൊക്കെ അലിഖിത നയമാണ്. ഇതൊന്നും ദേവസ്വം ബോർഡിനൊന്നും അറിയേണ്ട കാര്യമില്ല. അത്രയും തയ്യാറാക്കി കഴുകിയിട്ട് അവിടെ വെക്കും. എവിടുന്ന് കൊണ്ടുവരുന്നൊന്നും ഇവരാലോചിക്കുന്നില്ല. അതില്ലാതെ ഇല്ല. അന്ന് തുടങ്ങിയതാണ് ആ ഉപ്പുമാങ്ങ ബീജം. അതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വിഷ്ണുവിനൊക്കെ ഇതുപോലെ വേണ്ടല്ലോ. ഈ ഒരു ഭാവമാണ് ആചാരങ്ങളിൽ വന്നിരിക്കുന്നതെങ്കിൽ ആ കൃഷ്ണൻ തന്നെയാണ് പത്മനാഭനായിട്ടുള്ളതെന്ന് കൂടി ബോധ്യപ്പെടുത്താനുള്ള ഒരു രംഗം കൂടിയാണ് വിശേഷപ്പെട്ട നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രേ. അപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭൻ്റെ ആരൂഢ സ്ഥാനം തറവാട് എവിടെയാണ്? കാസർഗോഡ് അനന്തപുരമാണ്. അതാണ് ശരിക്ക് അനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ്. പിന്നീട് അവിടെ ആയപ്പോഴാണ് അനന്തപുരം തിരു മാത്രമേ കൂട്ടിയുള്ളൂ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രമായിട്ട് മാറിയത്. രാജാവ് ഹിരണ്യഗർഭനാവണമെങ്കിൽ ഇല്ലേ എന്നാൽ അദ്ദേഹം വലിയൊരു പാത്രം പോലെയുണ്ട്. ഭരണിയിലേക്ക് കയറി ഇരുന്ന് രത്നങ്ങളൊക്കെ കൊണ്ട് മൂടി അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടാണ് അവിടെ ഭരണസാരത്തെ ഏറ്റെടുക്കുക. പക്ഷെ അതിന് മുമ്പത്തെ ചടങ്ങ് ഈ പത്മനാഭൻ്റെ സന്നിധിയിൽ എന്നാണ്. അവിടെ മഹത്വമുണ്ട് എന്നാണ് പറഞ്ഞത്. മഹത്വമുണ്ടെന്നല്ല, തിരുവനന്തപുരത്തുള്ള വിഗ്രഹത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോൾ അവിടെയുള്ള വിഗ്രഹം. സാക്ഷാൽ വൈകുണ്ഠത്തിൽ അർജുനനും കൃഷ്ണനും എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് ആ ഒരു രൂപത്തിൽ ഭൂദേവിയും ശ്രീദേവിയോടുകൂടി സുഖാസനത്തിൽ ഇരിക്കുന്നതാണ് ഭഗവാന്റെ വിഗ്രഹം. ആ വിഗ്രഹം കടുശർക്കര യോഗം എന്ന് പറയാൻ പറ്റില്ല. ഔഷധ കൂട്ടുകൾ കൊണ്ട് അതിമനോഹരമായിട്ടുണ്ടാക്കിയത്. ഏതാണ്ട് 12 വർഷക്കാലത്തോളം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് 2010 പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നാണ് വിഗ്രഹമൊക്കെ ഉണ്ടാക്കുക. കുളിച്ചീറിനോടുകൂടി ചാമ അരിയൊക്കെ വേവിച്ച് കഴിച്ച് അതൊക്കെ ഭക്ഷണമുള്ളൂ. വ്രതത്തോടുകൂടി നിന്നിട്ട് അത്ഭുത പ്രതിഭാസമായിട്ടുള്ള ആ വിഗ്രഹം ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മുടെ ഒരു ചരിത്രമായിട്ട് തള്ളേണ്ടതല്ല, നേരിട്ടുള്ള അനുഭവമാണ്. ഇപ്പോഴവിടെ ചെന്ന് കഴിഞ്ഞാൽ ശ്രീദേവിയും ഭൂമിദേവിയും ഒക്കെ കാണുമ്പോൾ ഭഗവാൻ പത്മനാഭനോടൊപ്പം കാണുന്ന സമയത്ത് നമുക്കൊന്നും പറയാനോ ചോദിക്കാനോ ഉണ്ടാവില്ല. മോഹൻ മധുരം നുണഞ്ഞ പോലെ ഏതെങ്കിലും ശ്ലോകം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോഴും സാധിച്ചിട്ടില്ല എന്ന് വരും. അത്രമാത്രം ചൈതന്യമാണ് പൂർണ്ണം ബ്രഹ്മസനാതനമായിട്ടുള്ളത്. ഇതൊക്കെ കുന്തിദേവിയുടെ സ്തുതിയെ നമ്മൾ കുന്തിദേവി സ്തുതി ഇതിലൊന്നും ഒതുങ്ങുന്നില്ല. വിശാൽ മഹാഗ്നേഹ പുരുഷാദർശനാദസത്സഭായ വനവാസകൃത്സൃത മൃദേ മൃദേനേകഭാരതാസ്ത്രദോ ദ്രവ്യസ്ത്രദശ്ചാസ്മ ഹരേ വിരക്ഷിത. എത്ര സ്തോത്രങ്ങളാണ്. വിഷത്തിൽ നിന്ന് ഭീമസേനയൊക്കെ കൊല്ലാൻ വേണ്ടി അല്ലേ വിഷമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. വിഷമൊക്കെ രക്ഷിച്ച കഥ വിസ്തരിച്ച് നമുക്ക് വർണ്ണിച്ചു തരുന്നത്. വിഷം കൊടുത്തു കഴിഞ്ഞാൽ ഭീമസേന മരിക്കുമെന്ന് അറിയില്ലല്ലോ. കയറൊക്കെ കെട്ടി ബന്ധിച്ച് വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ത്തുക, അതൊക്കെ പറ്റുമല്ലോ. വേണമെങ്കിൽ കല്ലും കൂടെ കിട്ടുക, വലിയ കരിക്കല്ല് പണ്ടത്തെ തറവാട്ടിലുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇദ്ദേഹം അങ്ങനെ തന്നെ മുങ്ങിപ്പോയി. അതലം വിതലം സുതലം തരാതലം മഹാതലം രസാതലം പാതാളം. പാതാളം എന്ന് പറഞ്ഞാൽ മഹാബലി പോയ സ്ഥലം, അത് മക്കൾ പോയ സ്ഥലമല്ല, നാഗലോകത്തിനെയാണ് പാതാളം എന്ന് പറയുക. അവിടത്തേക്ക് എത്തിയപ്പോഴും അവിടുത്തെ 2 പ്രധാനപ്പെട്ട കാവൽക്കാരുണ്ട്. അവർ സ്വീകരിച്ചു. ഒരാളുടെ സമ്പ്രദായത്തിലാണ് ഒരാൾ സ്വീകരിക്കുക. അവരൊന്ന് കുത്തിയിട്ട് 2 പേരും എല്ലാവരും പറഞ്ഞാൽ സ്വീകരിച്ചു. നാഗരാജാവിനോട് വിവരം പറയണം, ഇങ്ങനെ ഒരു ശല്യം വന്നിട്ടുണ്ട്, നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ എത്തിയില്ലേ. പക്ഷേ ഈ കുത്തിയിട്ട് വിഷം ഉള്ളിലേക്ക് എത്തിയതോട് കൂടിയിട്ട് അപ്പവും ഇല്ല വിഷവും ഇല്ല. വിഷം ഇറങ്ങിയതോട് കൂടിയിട്ട് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ട് തന്നെ ഉണ്ടല്ലോ, അങ്ങനെ തന്നെ കൊണ്ടുപോയപ്പോഴും ഇത് സാധാരണക്കാരനല്ലാന്ന് മനസ്സിലാക്കി സ്വീകരിച്ചു. നാഗരസം കൂടി കൊടുത്തു. വേണ്ടതുപോലെ കഴിച്ചതോടുകൂടി ഒന്ന് ശരീരം വലുതാക്കി ബന്ധനങ്ങളിൽ നിന്ന് മുക്തനായിട്ട്
വീണ്ടും നടുക്കളത്തിലേക്ക് എത്തുകയാണ് ഹസ്തിനപുരത്തിൽ. ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്നത് ചെറുതല്ല. അസത്തുക്കളുടെ സഭയിൽ വെച്ചിട്ട് അപരാജിതയായിട്ട് ഇല്ലേ രക്ഷപ്പെട്ടില്ലേ? അവരെ അപമാനിക്കുന്ന സമയം വന്നു. പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ? നിലവിളിച്ചിട്ടല്ലേ? ആരെ? ദ്രൗപദീത്രാണ്. നമ്മൾ സ്ഥാനത്തിൻ്റെ കഥയൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്. ആ ദ്രൗപദിയുടെ നിലവിളി വസ്ത്രാക്ഷരം ചെയ്ത് അപമാനിക്കുന്ന സമയത്ത് ഈ വസ്ത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നിതാ എന്നെ അപമാനിക്കുന്നു ഭഗവാനെ, കൃഷ്ണ രക്ഷിക്കണേ, ദ്വാരകാവാസൻ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന സമയത്ത് ഭഗവാൻ വന്നില്ല. പിന്നെ എപ്പോഴാണോ ഒരു ചുറ്റുകൂടി മാത്രമേ ബാക്കിയുള്ളൂ, ഇതോടുകൂടി എൻ്റെ മാനം പോയി എന്ന് ഉറപ്പിച്ചപ്പോൾ വീണ്ടും ഇത് പിടിക്കാമെന്നില്ല, കൈവിട്ടുകൊണ്ട് വിളിച്ചു. കൈ എങ്ങനെ ഉയർത്തി ഭഗവാനെ വിളിക്കുകയാണ്. ആ സമയത്താണ് ഭഗവാൻ പറഞ്ഞത്, നീ കൈവിട്ടോ എന്നാൽ ഞാൻ വിട്ടോ, അല്ല നീ നിന്റെ മാനം രക്ഷിക്കാൻ നോക്കാൻ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ രണ്ട് ചിന്തയാണ്. ഒന്ന് ദ്വാരകാവാസെന്ന് വിളിച്ചു. ഭഗവാൻ ദ്വാരകയിലാണെങ്കിൽ ഹസ്തിനപുരത്തിലേക്കുള്ള ദൂരം കുറച്ചുണ്ടാവും, സമയം പിടിക്കും. എന്നാൽ ഹൃദയവാസിയായിട്ട് എപ്പോഴാണ് കാണുന്നത്? അഖില ദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖൗദേവൻ സാത്വതാം കുലേ. ഈ ബോധ്യത്തോടു കൂടിയിട്ട് ഹൃദയവാസിയായ ഭഗവാനെ വിളിച്ചപ്പോൾ അകലെയൊന്നും അല്ല കേട്ടോ, ഞാനിവിടെ ഇല്ല എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായി. ആ പ്രത്യക്ഷമായ ഭഗവാന്റെ ഒരു അവതാരമാണ് വസ്ത്രാവതാരം. ഇതൊന്നും 24-ലില്ല 10-ലില്ലാത്ത അവതാരങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടുത്തെ പേരെന്താ? വസ്ത്രാവതാരം എന്നാണ് പറഞ്ഞത്. ഒടുങ്ങാത്ത വസ്ത്രം ആയിട്ട് ഭഗവാൻ ഇവിടെ അവതരിച്ചു. അതല്ലേ വിഭൂതി. മനത്ത് രക്ഷിച്ചില്ലേ? ഇങ്ങനെ ഒന്നും രണ്ടൊന്നുമല്ല, വനവാസത്തിലുണ്ടായ പ്രശ്നങ്ങളിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ദ്രൗണിയുടെ അസ്ത്രത്തിൽ നിന്ന് രക്ഷിച്ചു. ഏതൊക്കെ പ്രതിസന്ധി വരുന്നോ അപ്പോഴൊക്കെ കൃഷ്ണ ഹൃദയം പൊട്ടി ഞാൻ വിളിക്കുന്ന സമയത്ത് അവിടെ ഓടി വന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ഹൃദയം പൊട്ടി വിളിക്കാനുള്ള അവസ്ഥയല്ല. അതുകൊണ്ട് രാജ്യം, സുഖം, സമ്പത്ത്, അധികാരം, കേമത്വങ്ങളൊക്കെ ഉണ്ടായി, ശത്രുക്കളില്ല, വ്യസനമില്ല, ദുഃഖമില്ലാതായി. അപ്പോൾ പെട്ടെന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, ഭഗവാനെ വിളിക്കാൻ പറ്റുന്നില്ല. വ്യസനവും ദുഃഖവും ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈശ്വരനിലേക്ക് ചിന്ത ഉണ്ടാകുന്നുള്ളൂ. കുതിരീക അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ടത് വേറെ ഒന്നും വേണ്ട. വിപദസ്സന്തു നശ്വൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപുനർഭവ ദർശനം. ആപത്തുകൾ അടിക്കടി ഉണ്ടാവണേ. അപ്പോഴെല്ലാം അവിടുത്തെ അപുനർഭവ ദർശനം, അതായത് വീണ്ടും ഒരു ജന്മം ഉണ്ട് എന്നുള്ള അവസ്ഥയിലേക്ക് എത്താത്ത ഒരു ദർശനം കിട്ടുന്നു. വിഷമങ്ങളും പ്രയാസങ്ങളെ തീവ്രമായിട്ട് ഭഗവാനെ ഭജിക്കാൻ പറ്റുള്ളൂ. ഈശ്വരനിലേക്ക് ഹൃദയം പൊട്ടി വിളിക്കണമെങ്കിൽ ആ സമയത്ത് പറ്റുള്ളൂ. ആ ഒരു ഭാവത്തിൽ പ്രാർത്ഥിച്ചു, എനിക്ക് ദൈഹികരമായ സുഖത്തിലഹോ കൃഷ്ണ, അയ്യോ ഏ ഗുരു മോഹവിയേ, ഒട്ടല്ല കൗതുകം അന്തരംഗേ കൃഷ്ണ, ഓമൽ തിരുമേനി ഭംഗി കാൺമൻ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ആ ഭഗവാനെ ഹൃദയം പൊട്ടി വിളിച്ചുകൊണ്ട് കുന്തിദേവി ഈ ബാക്കിയൊന്നും പറയാനില്ല. ഒരുപാട് സ്തോത്രങ്ങളാണ്, ഓരോന്നും ശ്രേഷ്ഠമാണ്. ഇവിടുത്തെ പ്രത്യേക പ്രാർത്ഥനയുണ്ട്. യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. വിജയന്റെ പ്രാർത്ഥനയിൽ നാരായണ അഖില ഗുരു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യമേ തന്നെ പറഞ്ഞു യോഗേശ്വര അഖില ഗുരോ ഭഗവൻ നമസ്തേ. കണ്ണുനീര് ഒലിപ്പിച്ചുകൊണ്ട് കണ്ണുകളോടുകൂടി ആ ഭഗവാന്റെ പാദത്തെ പൂർണ്ണബ്രഹ്മ സനാതനമായ ഭഗവാനെ സഹോദരൻ്റെ മകൻ എന്നുള്ള ഭാവനയൊക്കെ വിട്ട് പൂർണ്ണമായിട്ടുള്ള ഭാവത്തോടുകൂടി നമസ്കരിച്ചു. ആ കണ്ണുനീര് കൊണ്ട് കരുണ്യമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങൾ കഴുകുന്നു. പെട്ടെന്ന് ഭഗവാന് മനസ്സിലായി, എൻ്റെ യഥാർത്ഥ ഭാവം നടനാണല്ലോ ഭഗവാൻ, അല്ലെ ഇതൊക്കെ നാട്ടിയിരുന്നു. പക്ഷെ യഥാർത്ഥ ഭാവം ഈ അമ്മ അച്ഛമ്പങ്ങളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായി. അങ്ങനെയുണ്ടല്ലോ, നടനെ പിടികിട്ടി എന്ന് പറയുന്നില്ലേ, തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായി. പക്ഷെ തിരിച്ചറിഞ്ഞാൽ രക്ഷയില്ല. അതുകൊണ്ട് വീണ്ടും പഴയതിലേക്ക് തന്നെ എത്തിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചു. അച്ഛമ്പങ്ങൾ എന്താ എന്നെ നമസ്കരിക്കുന്നത്, ഞാൻ അങ്ങോട്ടല്ല നമസ്കരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചു എന്നാണ് ഭഗവാന്റെ മായ. മന്ദം ജഹാസ വൈകുണ്ഠോ മോഹൈകൻ നിവ മായയാ. അതോട് കൂടിയിട്ട്
എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് യാത്ര പറയുന്നു. ധർമ്മപുത്ര മഹാരാജാവിനെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ കഥ എല്ലാവരും കൂടിയിട്ട് ഭീഷ്മ പിതാമഹനെ അന്വയിപ്പിച്ച് സമാധാനിപ്പിച്ച് മോക്ഷത്തിലേക്ക് എത്തിക്കുന്ന കഥ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നേരത്തെ പറഞ്ഞ പരീക്ഷത്തിൻ്റെ ജന്മവും കഴിഞ്ഞത്. ഇത് 2-3 ഘട്ടങ്ങളായിട്ട് നമ്മളിത് വിവരിക്കുന്നതാണ്. ചുരുക്കിയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട കഥയാണ്. ഇപ്പോൾ നമ്മൾ വളരെ വിസ്തരിച്ച് പല ഭാഗങ്ങളായിട്ട് നമ്മൾ സമന്വയിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഒരു ശ്രമം നടത്തിയതാണ്. നമുക്കത് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കൃത്യത വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഭാഗവതത്തിൻ്റെ മഹത്തായിട്ടുള്ള സന്ദേശം. ഇനി വിദുര മൈത്രേയ സംവാദരൂപത്തിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കുകയാണ്. അതിൽ സൃഷ്ടിയെക്കുറിച്ചാണ് പ്രധാനമായിട്ട്. ആ സൃഷ്ടിയെക്കുറിച്ച് 1-ാമത്തെ ശ്ലോകത്തിൽ വിസ്തരിച്ചത് ഇവിടുന്ന് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടാണ്. അനേകം സൃഷ്ടികൾ കഴിഞ്ഞു. അവിടെയാണ് സ്വയംഭൂമനുവിനെയും ശതരൂപാരാജ്ഞി സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ മുതുമുത്തശ്ശികളാണ്. അതോടുകൂടിയിട്ട് മനസ്സിന് ബ്രഹ്മാവിന് സംതൃപ്തിയുണ്ടായി. അവർക്ക് 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉണ്ടായി. ആകൂതി, ദേവഹൂതി, പ്രസൂതി, പ്രിയവർദ്ധൻ, ഉത്താനപാലൻ. ഇവരിലൂടെയാണ് വംശങ്ങൾ പറന്നു പന്തലിച്ചത്. പക്ഷേ ഈ പെൺകുട്ടികളുടെ വംശത്തിൽ ദേവഹൂതി ദേവിയും കർദമ പ്രജാപതി, ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നായി കർദമ പ്രജാപതി തമ്മിലുള്ള വിവാഹം. ആ വിവാഹത്തിലാണ് കപില ഭഗവാനായിട്ട് അവതരിച്ച് അമ്മയായ ദേവഹൂതി ദേവിക്ക് അതിശ്രേഷ്ഠമായ ഉപദേശം, ലോകത്തിലുള്ള ആദ്യത്തെ അടുക്കും ചിട്ടയോടുകൂടിയിട്ടുള്ള ഉപദേശം, എണ്ണി പറയുന്ന ഉപദേശം സാഖ്യയോഗമായിട്ട് നാളെ രാവിലെ കപിലോപദേശമായിട്ട് പറയുക. അപ്പോൾ ഇതിനിടയിൽ സ്വയംഭൂവന സൃഷ്ടി നടക്കുന്നതിനിടയിലാണ് ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ച കഥയും വരാഹമൂർത്തിയുടെ അവതാരവും പറഞ്ഞ് അത് നമ്മൾ ഇതിൻ്റെ തുടർച്ചയാണ്. കഥയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഹിരണ്യകശിപുവിൻ്റെ ആ ജനനം, ആ പ്രഭാവം, ഈ രംഗങ്ങൾ ഒന്നുകൂടി വിവരിച്ചുകൊണ്ട് രാവിലെ കഥാഭാഗങ്ങൾ അവസാനിച്ച് കാപിലത്തിലേക്കും പിന്നീട് ദക്ഷയാഗം, പൃഥുചരിത്രം, വിശേഷപ്പെട്ട കഥാഭാഗങ്ങൾ, അതിനിടയിൽ 5 അധ്യായങ്ങൾ കൊണ്ട് ധ്രുവൻ്റെ ചരിത്രവും വർണ്ണിക്കും. പ്രിയവ്രതൻ്റെയും ഉത്താനപാഥൻ്റെയും കഥയാണ് നാളെ പറയുക. ആ വംശവർണ്ണന വൈകുന്നേരം എന്താണ് നമുക്ക് പഞ്ചമസ്കന്ധത്തിലെത്തുമ്പോൾ പ്രിയവ്രതൻ്റെ ചരിത്രം. അവിടെയാണ് ജഡഭരതൻ്റെ ചരിത്രത്തിലാണ് ഭദ്രകാളിയുടെ പ്രാദുർഭാവം എന്ന വിശേഷപ്പെട്ട കഥാഭാഗം. ചുവന്ന ഭദ്രകാളിക്ക് എന്താണ് ഇഷ്ടം അല്ലേ? ചുവന്ന കെട്ട്, അതുപോലെ ചുവന്ന മാലകൾ അതൊക്കെ സമർപ്പിക്കുക. ചെത്തിപ്പൂവ്, ചെമ്പരത്തി മാലകളൊക്കെ സമർപ്പിക്കുക. പ്രധാനപ്പെട്ട നിവേദ്യം കഠിന പായസം എന്നാണ് പറയുക. ഇനി വേണമെങ്കിൽ മാറ്റി പറയാം, കടും പായസം എന്ന് പറയാം. അപ്പോൾ ഓരോ നാട്ടിലെത്തുമ്പോഴും ഓരോ സമ്പ്രദായത്തിൽ പേരുകളൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ? തിരുവനന്തപുരം പോലെ ആയിരിക്കില്ല, ചിലപ്പോൾ കാസർഗോഡ്, തൃശ്ശൂർ ചിലപ്പോൾ വ്യത്യാസമുണ്ട്. ഇവരൊക്കെ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും കടും പായസം, കഠിന പായസം എന്ന് പറഞ്ഞാൽ ശർക്കരയും നെയ്യും ധാരാളം ചേർത്തിട്ട് കഠിന പായസമായിട്ട് ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് വഴിപാടുകളായിട്ട് ചെയ്യണമെന്ന്. അതൊക്കെ ഉച്ചക്ക് മുമ്പായിട്ട് എൻ്റെ ഏർപ്പാട് ചെയ്താൽ വൈകുന്നേരത്തേക്കാണ്. അപ്പോൾ ആ സമയത്ത് പറയിട്ട് തൊഴാം. അതുപോലെ നെയ്വിളക്കുകൾ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ നമുക്ക് ഭംഗിയായിട്ട് നാളെ, ഇന്നൊരു 10 മിനിറ്റൊക്കെ വൈകിട്ടാണ് തുടങ്ങിയത്. അന്ന് ട്രാക്കിൽ കയറുന്നത് 1-ാം ദിവസമല്ലേ. നാളെ നമുക്ക് കൃത്യസമയത്ത് 6 മണിക്കല്ലേ പറഞ്ഞത്. ആ സമയത്ത് തന്നെ സഹസ്രനാമത്തോടുകൂടി തുടങ്ങാം. അധികം വൈകാതെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ഏറ്റവും കൂടുതൽ വായിക്കാനുള്ള ദിവസമാണ്. ഭദ്രകാളി വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചൊവ്വാഴ്ചയൊക്കെ ആകുമ്പോൾ നാളെ തന്നെ വന്നോട്ടെ എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം. സാധാരണഗതിയിൽ സപ്താഹത്തിലെ നോട്ടീസിലൊക്കെ ഭദ്രകാളി പ്രാദുർഭാവം വായിച്ചൊക്കെ വെക്കും. വീട്ടിൽ പോയിട്ട് പാസ്സൊക്കെ എല്ലാവരും കഴിക്കും. പക്ഷെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സ്വഭാവധാരയായിരിക്കും ആവുക. സാധാരണ സമ്പ്രദായമാണ് പതിവ്. പക്ഷെ നമ്മളങ്ങനെയല്ല. ഭദ്രകാളി വരുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ വേണം. പിറ്റേ ദിവസം രാവിലെ വരുമ്പോൾ നല്ലതേ കിട്ടുള്ളൂ. അതുകൊണ്ട് ആ കഠിന പായസം നാളെ നിവേദിക്കുന്നുണ്ടെങ്കിൽ അത് ഭദ്രകാളിക്കാണെന്ന് കൂടി സങ്കല്പിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്കിന്ന് ഈ കഥാഭാഗങ്ങൾ ഇവിടെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ചരണനദജനഭരണതപകഥകളിന്നു ഞാൻ ചെറ്റു പിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയോടു പൊറുത്തുമാം ത്വൽഭക്തനാകാനനുഗ്രഹിക്കണമേ കൃഷ്ണ. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജ്യാം നിവാസോ. ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ. കൃഷ്ണ
കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മീ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം തത്സത്. മൂന്നെണ്ണം ഒരുമിച്ച് നാമം ജപിച്ച് സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം, ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം, പവന സുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം, ശംഭോ ശങ്കര സാംബ സദാശിവ ശരണം മേ തവ ശരണയുഗം, ശങ്കരബാല പൊന്നയ്യപ്പ ശരണം മേ തവ ശരണയുഗം, രാമ രാഘവ ദശരഥ നന്ദന ശരണം മേ തവ ശരണയുഗം, രാധാകൃഷ്ണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. സർവത്ര ഗോവിന്ദ